നമസ്തേ. ജന ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതിനകം എത്തിയത് 150-ൽ പരം കോടി രൂപ. ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ വ്യക്തികളും സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും തയ്യാറായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ദുരിതബാധിതർക്ക് വീട്ടുപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും സംഭാവനയായി നൽകാൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി 2000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണോ ആ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് സാഗൂതം പരിശോധിക്കുകയാണ് ജന ഡിബേറ്റിൻ്റെ ഈ സ്പെഷ്യൽ എഡിഷൻ. ദുരിതാശ്വാസവും വകമാറ്റുന്നുവോ, ദുരിതാശ്വാസമോ ദുരിതാഘോഷമോ നമുക്ക് വിലയിരുത്താം. ഉരുൾ ജീവനും സ്വത്തും കവർന്നെടുത്ത ചൂരൽമലയിൽ താമസിക്കുന്ന ഷാജിമോൻ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്നിവർ തത്സമയം ചേരുന്നു. ഈ സംവാദത്തിൽ എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ ചർച്ച ഷാജിമോനിൽ നിന്ന് തുടങ്ങിയ ഷാജിമോൻ, പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും വീടും സ്ഥലവും കുടുംബവും നഷ്ടപ്പെട്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ? ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക നിഴലിച്ച് നിൽക്കുകയാണ് പല കാര്യങ്ങളിലും. പല ആളുകളും ക്യാമ്പുകളിൽ നിന്ന് വീടുകൾ വാടക വീടെടുത്ത് മാറി. അത് കുറച്ച് ബന്ധുബലം സ്വാധീനം ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് പോയി. അതുപോലെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകളിൽ ചിലർക്കെല്ലാം അനുവദിക്കപ്പെട്ടു. പക്ഷെ ഇന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ വലിയൊരു ജനസമൂഹം ക്യാമ്പുകളിലുണ്ട്. സ്കൂൾ അധികൃതർ അവരോട് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അവർക്കൊരു ഷെൽട്ടർ ഇതുവരെ ലഭിക്കാത്ത ഒരു വളരെ ദയനീയ സാഹചര്യമുണ്ട്. ഒന്നാമത് അതുപോലെ തന്നെ വിദ്യാഭ്യാസം, മക്കളുടെ ഈ കുട്ടികൾ 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. ഗവൺമെൻറ് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, കൊറോണ സമയത്തൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ഓരോ 6 മണി സമയത്തും വന്നുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്തിരുന്നു. അതുപോലെ ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഈ പൊതുസമൂഹത്തോട് അവരുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ചു പോവുകയാണ്. കാരണം ഇപ്പോൾ അറിയാം, നമ്മളെ മക്കളെ ഇപ്പോൾ ക്വാർട്ടേഴ്സുകൾ അനുവദിക്കുന്നത്, ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകൾ അനുവദിക്കുന്നു പറഞ്ഞു. ആ അനുവദിക്കുന്ന ക്വാർട്ടേഴ്സുകൾ താമരശ്ശേരി മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് ബത്തേരിയൊക്കെ. ഈ മക്കളുടെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിൽ ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വാധീനവും ബന്ധുബലവും ഉള്ള ആളുകൾ അടുത്തുള്ള വാടക വീടുകളും ക്വാർട്ടേഴ്സുകളും ഒക്കെ അവർ കൈവശപ്പെടുത്തിയെന്നല്ല, അത് എല്ലാവരുടെയും അവസ്ഥ. നാട്ടിലെ എല്ലാവരും തന്നെ ദുരിതബാധിതരാണ്. അവർക്കത് സാധിക്കാൻ കഴിയും. ഇതൊന്നും ഇല്ലാതെ ഭയന്ന് കുറച്ച് കഴിയുന്ന കുറേയധികം സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഒന്ന് സമീപിക്കാൻ, അവരോട് യാന്ത്രികമായിട്ട് കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഇപ്പോൾ അതോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കഷ്ടപ്പാട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഒന്നാമത് ഈ വിദ്യാഭ്യാസം തന്നെ നമുക്ക് ഇത് കുറച്ചുകൂടി നന്നായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. ഒന്നാമത് മക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് അവിടെ ഏതെങ്കിലുമുള്ള വലിയ ബിൽഡിങ്ങുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് ഹോസ്റ്റൽ പോലെ ആക്കി, അവരെ ആ മക്കൾക്കൊരു ഹോസ്റ്റൽ പോലെ ആക്കി ഈ തൽക്കാലം ഇവർക്ക് ഷെൽട്ടർ ഒരുങ്ങുന്നത് വരെ അവരെ അവിടെ താമസിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങില്ലായിരുന്നു. ഇങ്ങനെ അതുമാത്രമല്ല, ഗവൺമെൻറ് ഇതിനു മുമ്പ് പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് കൂടിയാലോചനകൾ പ്രാദേശിക ആയിട്ടുള്ള ആളുകളോടൊക്കെ കൂടിയാലോചന നടത്തിയിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നാലും ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാലും അത്തരം ഒരു കാര്യങ്ങളുമില്ല. ആരൊക്കെയോ എന്തോ തീരുമാനിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല. അങ്ങേറ്റ ആശങ്കയിലാണ്, അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യമുള്ള പറയാനുള്ളത്, ആശുപത്രികളിൽ നിന്ന് രോഗികൾ അവർ പരിക്കേറ്റവരൊക്കെ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടുകളിലേക്ക് വന്ന് വീണ്ടും ചികിത്സ ആവശ്യമായി തിരിച്ചു പോകുമ്പോൾ അവിടെ ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇനി ഉള്ള ചികിത്സയ്ക്ക് നിങ്ങൾ പണം അടയ്ക്കേണ്ടി വരുമെന്നുള്ളൊരു
ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് മനസ്സിലാവുന്നില്ല. ഈ ആളുകൾക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പണം അടയ്ക്കാനാവുക? അപ്പോൾ അത്തരം സൗജന്യമായിട്ടുള്ള ചികിത്സ തുടർന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഈ കാര്യത്തിലുണ്ട്. ഗവൺമെൻറ് തുറന്ന സമീപനം ഇതിൽ സ്വീകരിക്കണം. പിന്നെ വീടുകളുടെ കാര്യം പറഞ്ഞു, സന്നദ്ധ സംഘടനകൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ഭയപ്പാടുണ്ട് ഈ ആളുകളെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ തവണ പുത്തുമല ദുരന്തത്തിൽ 102 വീടുകൾ നഷ്ടപ്പെട്ടെന്ന് കണക്കാക്കി. അതിൽ പുത്തക്കൊല്ലി എസ്റ്റേറ്റിൽ മാതൃഭൂമി എടുത്തു കൊടുത്ത സ്ഥലത്ത് 50 വീടുകൾ പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് 6ഓളം സംഘടനകൾ വന്നു. അതിൽ നമ്മുടെ എളമരം കരീമിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു നേതാവാണ് അദ്ദേഹം, കേരളം ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണെന്ന് തോന്നുന്നു. അത് ഞങ്ങളവിടെ പറഞ്ഞു കേട്ടാൽ എനിക്ക് കൃത്യമായിട്ട് അത് ജനജീവിതം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയും കുറച്ച് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവർ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ വലിയൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഘടനകൾ വരുന്നു. പല സംഘടനകളും ഈ സമയത്ത് അവരുടെ പേരും പ്രശസ്തിക്കും വേണ്ടി മാത്രം ഇതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കൃത്യമായിട്ട് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാത്രം ഇങ്ങനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം. കഴിഞ്ഞ വർഷം തന്നെ പുത്തുമല ദുരിതബാധിതർക്ക് ഈ വീടുകൾ അനുവദിച്ച് ഗവൺമെൻറ്റിൻ്റെ തലത്തുനിന്ന് ഒരു സൂപ്പർവിഷൻ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോർന്നൊലിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് ആ വീടുകളുള്ളത് ഇന്ന് പുത്തുമല. അവിടെ തന്നെ അതിന് വലിയൊരു ആശങ്ക ബാക്കി നിൽക്കുന്നത് ഈ പാടികളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാം, ഈ വെള്ളരിമല മേലെ പലരും പറയുന്നുണ്ടായിരുന്നു കയ്യേറ്റവും കുടിയേറ്റവും ഒക്കെ ആണെന്ന്. എൻ്റെ ജനതയാണത്. നിങ്ങൾക്ക് വളരെ അങ്ങനെയൊക്കെ ചില വിദഗ്ധരൊക്കെ കയ്യേറ്റം കുടിയേറ്റം എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം എൻ്റെ തലമുറയൊക്കെ, ഞങ്ങളുടെ തലമുറയൊക്കെ എൻ്റെ മറ്റുള്ളൊരു ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരാണ്. അതുപോലെ പല മേഖലയിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടേക്ക് കുടിയേറിയ ഒരു ജനതയുടെ പിൻതലമുറയാണ്. ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് അട്ടയുടെയും പുഴുവിൻ്റെയും കടി കൊണ്ട് ജോലി ചെയ്ത് ചോര നീരാക്കി അവസാനം കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയിലും പ്രൗഢം പട്ടിലും കുറച്ച് ഭൂമി അവിടെ താഴ്വരയിൽ എടുത്തിട്ട് അവിടെ കുടിൽ വെച്ച് താമസിക്കുന്ന ആളുകളാണ്. അവരുടെ അധ്വാനം കൊണ്ട് കുറച്ച് അവർ ജീവിതത്തിൽ മുന്നോട്ട് വന്നു. പക്ഷേ അവരാരും തന്നെ ഈ ടൂറിസം ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ അവർ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരുവിധം പച്ച പിടിച്ച് വരുന്നൊരു ഗ്രാമമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാരോ ഒന്നല്ല. ഈ ഞങ്ങളെ അത്തരം ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വേദനിപ്പിക്കാൻ ആരും നിൽക്കരുത് ഒന്നും കൂടിയാണ് ഞാൻ പറയാനുള്ളത്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള അത് തന്നെ വേറൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പുത്തുമലയിൽ ദുരന്തം ഉണ്ടായി. എൻ്റെ നാട്ടിൽ ആദ്യത്തെ ഒരു ദുരന്തം അല്ല ഇത്. 1961 ഞാൻ പറഞ്ഞു കേട്ടതാണ്. 1961 ചെമ്പ്രമല പൊട്ടി 2 പാടി തകർന്നു. അതും ഒരാളെയും ജീവനോടെ കിട്ടിയില്ല. എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ 1984 മുണ്ടക്കൈ കരിമുറ്റ എസ്റ്റേറ്റിൽ ഇതേപോലെ ഉരുൾപൊട്ടിയത്. അന്ന് 14 പേരാണ് മരണപ്പെട്ടതെന്ന് ഔദ്യോഗിക കണക്ക്. പക്ഷേ ഞങ്ങൾക്കവിടെ നാട്ടുകാർക്ക് യാഥാർത്ഥ്യം 14 അന്ന് ആദിവാസികളായിട്ടുള്ള, അന്ന് ഈ ആദിവാസി വിഭാഗങ്ങളെയൊക്കെ മനുഷ്യരായിട്ട് പോലും കാണാത്ത അതുകൊണ്ടായിരിക്കാം ഇവർ ആ കണക്കിൽ വരാത്തത്. ഇപ്പോൾ എറാട്ടുകുണ്ട് ഭാഗത്ത് താമസിക്കുന്ന ആ എറാട്ടുകുണ്ട് കോളനിയിലെ ആളുകളൊക്കെ അന്ന് കരിമുറ്റ എസ്റ്റേറ്റിൻ്റെ താഴെ അരണപ്പുഴയുടെ കരയിലുണ്ടായിരുന്ന 100 കണക്കിന് ആദിവാസികൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അവരിൽ കുറഞ്ഞ ആളുകൾ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ടാണ് ഇന്ന് അട്ടമലയുടെ അരികിൽ താമസിക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പുത്തുമല ദുരന്തത്തിൽ പുനരധിവസിപ്പിക്കുമ്പോൾ ഏകദേശം 7 ലക്ഷം രൂപയാണ് ഒരു വീടിന് കണക്കാക്കി. സ്ഥലം മാതൃഭൂമി നിർത്തിച്ചു. 4 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തു. 3.5 ലക്ഷം രൂപ ഈ സന്നദ്ധ സംഘടന. അങ്ങനെ 7.5 ലക്ഷം രൂപയാണ് ഒരു വീടിന് നിർമ്മാണ ചെലവായി കണക്കാക്കിയത്. അത് തന്നെ കൃത്യമായിട്ട് ചെയ്തില്ല. അതും ഗവൺമെൻറ്റിനാകെ അതിൽ ചിലവായത് 4 ലക്ഷം രൂപയാണ്. പിന്നെ 52 ആളുകളോളം അതിൽ 10 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് അവർ ഞങ്ങൾ വീട് സ്വന്തമായിട്ട് നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞാൽ 52 പേര് പോയി. ഈ ഗവൺമെൻറ് നമ്മൾ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരിക്കലും ഇവർക്ക് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നത്തെ സ്ഥലത്തിൻ്റെ വില. ഇപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അത്ര ഒരു രീതിയിലേക്ക് പോകരുത്. ഇവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതും അവരുടെ ഭൂമി നഷ്ടപ്പെട്ടതും അത് കണക്കാക്കിക്കൊണ്ട് ഇവരുടെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു പാവപ്പെട്ട സമൂഹത്തെ എത്തിക്കാതെ കൃത്യമായിട്ട് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ മുൻവിധികൾ, രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട്, ഇതിലുള്ള വാശിയും വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരോടും കൂടിയാലോചിച്ചുകൊണ്ട് എല്ലാവരോടും ഒപ്പം ഇരുന്നുകൊണ്ട് ഈ ജനതയെ കൈപിടിച്ചുയർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട്. അത് സാധിക്കാത്ത വിധം ആണ്, സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പ്, തദ്ദേശ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ജില്ലാ ഭരണകൂടവും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു യോജിപ്പോടു കൂടിയല്ല മുന്നോട്ട് പോകുന്നത്.
അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ദുരന്തത്തിന്റെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പോലും ഈ ഇങ്ങനെ ഒരു കൂടിയാലോചനയോ ഒരുമിച്ച് മുന്നോട്ട് പോക്കോ ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് കഴിഞ്ഞ് ഈ വേവും ചൂടും അവസാനിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ജനതയെ ഇവർ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നുള്ളതൊരു വലിയ ഭയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓക്കെ, അടുത്ത PM സുരേഷ് ബാബു, ഷാജി മോൻ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം 150 പരം കോടി രൂപ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 6,000 രൂപയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് അവർക്ക് വാടകയായി കൊടുക്കാമെന്ന് പറഞ്ഞത്. പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് 8,000 രൂപ കൊടുക്കാമെന്നായിരുന്നു വാഗ്ദാനം. 3 മാസം കൊടുത്തു, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല, സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടാത്തവരെയും പുത്തുമലയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഷാജി പറഞ്ഞതുപോലെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് പോകാം, പക്ഷേ ഇവർക്ക് തൊഴിലില്ല. ഇവരുടെ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ പരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കണ്ടെത്തി കൊടുക്കേണ്ടതല്ലേ? ഇപ്പോഴും കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നില്ല. ഇവർ ആശങ്കയുടെ നടുവിലാണ്. ആ ആശങ്ക പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ല, പകച്ചു നിൽക്കുകയാണ്. ചൂരൽമല നിവാസിയാണ് ഈ പറഞ്ഞത്. ശ്രീ നമ്പ്യാർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ചിലപ്പ് ആയതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ താങ്കൾ അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആമുഖമായി പറയുമ്പോൾ തന്നെ ഈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടനുഭവിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ, കുടുംബം നഷ്ടപ്പെട്ടു പോയ എല്ലാവരോടുമുള്ള അഗാധമായ ദുഃഖം ആദ്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ കഴിയുന്നത് എന്നാണ്, അവിടുത്തെ ആളുകൾ കഴിയുന്നത് എന്നാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ആശങ്ക എന്തായാലും ഉണ്ടാകും. കാരണം നാളെ എങ്ങോട്ട്, മറ്റന്നാൾ എങ്ങോട്ട്, എന്താണ് ഞങ്ങളുടെ ഗതി തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ, എത്ര ആശ്വാസ വാക്കുകളും ആശ്വാസമായ മാനങ്ങളും മാനദണ്ഡങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിയാൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ ആശങ്ക ഓരോ വ്യക്തിക്കും ഉണ്ടാകുമെന്നത് നമ്മുടെ സാമാന്യമായ ഒരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ടായ ആശങ്കയുണ്ട്. ആ ആശങ്കയുള്ള ജനങ്ങളാണ് അവിടെ ദിവസിക്കുന്നത്. ദുരിതം അനുഭവിച്ചവരും ജീവൻ നഷ്ടപ്പെട്ടവരും അല്ലാത്തവരും അതിനോട് പാർശ്വത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ആശങ്ക വല്ലാതെയുണ്ട്. അത് പരിഹരിക്കാൻ ഭരണ സംവിധാനത്തിന് ഭരണപരമായ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വവുമുണ്ട്. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണാനോ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇവിടെ എല്ലാ ദിവസങ്ങളിലും കാലാകാലമായി മറ്റൊരു സ്ഥിരലാവണം കണ്ടെത്തുന്നത് വരെ ക്യാമ്പുകളിൽ പാർപ്പിക്കുക എന്നത് നമ്മുടെ ജീവിത സംസ്കാരത്തിന് യോജിച്ച ഒരു കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് വാടക വീടുകൾ ഉണ്ടാക്കണം. അത് സ്വയം കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ട്, സർക്കാർ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ട്. കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. PWDയുടെ വകയായിട്ടുള്ള 27 മറ്റോ ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിച്ച് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് മാറുന്ന ആളുകളുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാടക എത്രയാണോ കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. അതിനവിടെ സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം മടങ്ങിപ്പോയോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഏതായാലും സാംബശിവ റാവു എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വയനാട്ടിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മന്ത്രിസഭാ ഉപസമിതി ഇപ്പോൾ ഇടയ്ക്ക് അവർ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവർ എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ദുരിതത്തിൽ പെടാത്ത ആളുകൾക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പെടുത്തി പരിഹാരമുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതാണ്. പിന്നീടുള്ളത് ഒരു ശാശ്വതമായൊരു പരിഹാരമാണ്.
കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവിനെ കണ്ടത്. അത് പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ ഭരണകൂടത്തിന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന് കഴിയില്ല എന്നുള്ളത് ദുരിതാശ്വാസത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം. സെക്ടർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ കൊടുക്കണം. സെക്ടർ വൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ സെക്ടർ വൈസ്, വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, കുടുംബത്തിന്, വീടുകൾക്ക്, അങ്ങനെ എല്ലാത്തിൻ്റെയും സെക്ടർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തയ്യാറാക്കണം. തയ്യാറാക്കി കൊടുത്താൽ മാത്രമേ യൂണിയൻ ഗവൺമെന്റിന് അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാവകാശം എന്തായാലും കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഏതെങ്കിലും യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായി അതിനെ കണക്കാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. മറിച്ച് ഇവിടെ ഇത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം എന്നതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കേണ്ടുന്ന ഒരു സെക്ടർ വൈസ് റിപ്പോർട്ട് ആയതുകൊണ്ട് അത് സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടത്തേണ്ടതുള്ളത് കൊണ്ടും പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും അത് തന്നു തരണം എന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ, അവിടെ രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ കഴിയുമോ, ആ പ്രദേശം വാസയോഗ്യവും കൃഷിയോഗ്യവും ജീവിക്കാൻ യോഗ്യവുമാണെന്നുള്ളത് സീസ്മിക് നോളജ് ഉള്ള ആളുകളെ കൊണ്ട് അത് പഠിച്ച് തയ്യാറാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് സാവകാശം വേണമെന്നാണ് ഉത്തരവാദപ്പെട്ട, ചുമതലപ്പെട്ട, അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള, വൈശിഷ്ട്യ ബന്ധമുള്ള, വൈശിഷ്ട്യമായ സുരേഷ് ബാബു, കേന്ദ്ര ഫണ്ട് വരുന്നത് കാത്തിരിക്കാതെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 150 പരം കോടി രൂപ എത്തിയിട്ടുണ്ടല്ലോ. ഉള്ളത് വെച്ച് മുന്നോട്ട് പോകാമല്ലോ. അല്ല, ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വരുന്നതിനെ കാത്തിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അത് താമസിക്കുന്നതിൽ ആക്ഷേപമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കുറവ്, എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദ്യോഗസ്ഥ ലെവൽ, IAS ഉദ്യോഗസ്ഥ ലെവലിൽ അവിടെ ഒരാളുണ്ട്, അതല്ലെങ്കിൽ കലക്ടറുണ്ട്, മന്ത്രിസഭാ ഉപസമിതിയുമുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ പെട്ടെന്ന് ചെയ്യാനുള്ളത്? പെട്ടെന്ന് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടുള്ളത് ഉടനെ അവർക്ക് താല്പര്യമുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്നുള്ള നിലയിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറ്റുക. പിന്നെ വിദ്യാഭ്യാസം അവിടെ ഇന്ന് ഞാൻ ഒരു ചാനൽ കാണാനിടയായി. അവർക്ക് പുക്കിമലയിലെ ആ ഒരു വിദ്യാലയം തുറന്നു കിട്ടണം. പക്ഷെ വിദ്യാലയം അവിടെ കെട്ടിടമെടുത്ത് പഠിക്കാൻ പെട്ടെന്ന് കഴിയില്ല, അതിനുള്ള സമയമെടുക്കും. അതുകൊണ്ട് അവരെല്ലാം എല്ലാ വിദ്യാർത്ഥികളെയും മേപ്പാടിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മേപ്പാടിയിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രം കൂടുതൽ ശക്തമായി ഡോക്ടർമാരെയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുന്ന കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. പിന്നീട് വീടുകൾ, ഇപ്പോൾ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. അത് അല്ല, ഞാനങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരാളല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടുകളിലേക്ക് മാറിയാൽ മാത്രം പോരാലോ, അവിടെ ചട്ടിയും കലവും കുടുക്കയും ഒക്കെ വേണം, ഒന്നുമില്ലല്ലോ. അതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് ചെയ്യണം. ചെയ്യാവുന്നതിൽ വീഴ്ചകളുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. പുതുതായ വസ്ത്രങ്ങൾ കൊടുക്കണം. ആ വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങളോ ഉപയോഗിച്ച വസ്ത്രങ്ങളോ പാടില്ലെന്ന് ഗവൺമെന്റ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വസ്ത്രങ്ങൾ തന്നെ ഓരോരുത്തർക്കും വേണം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരുടെ വിവേചനത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതികൾ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വേണം. ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ, മനുഷ്യ പ്രയത്നം കൊണ്ട് എവിടെയെങ്കിലും ഒരു വീഴ്ചയുണ്ടായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടനെ തന്നെ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും സർക്കാരിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ഡയറക്ടറും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പരിഹരിക്കേണ്ടുന്നത് തന്നെയാണ്. ഇവർ ആശങ്കയിലാണ് എന്ന കാര്യം ഒരിക്കൽ പോലും നമുക്ക്
അത് കുറച്ച് കാണാൻ കഴിയില്ല. പരിപൂർണതയിലേക്ക് എത്തുന്നത് വരെയും, സമയം കൊണ്ട് മുറിവ് ഉണക്കപ്പെടുന്നത് വരെയും അവരുടെ ആശങ്കയുണ്ടാകും. ആ ആശങ്കയോട് പൂർണ്ണ മനസ്സോടുകൂടി യോജിച്ച് അവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു നെയ്ത്തിരി കത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അഡ്വക്കേറ്റ് ഷാജഹാൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ നേരത്തെ തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്തു, ഇതിനകം സംഭാവനയായി എത്തിയ 150 പരം കോടി രൂപ മാത്രം ദുരന്തബാധിതർക്ക് വീതിച്ച് നൽകിയാൽ തന്നെ തുടർ ജീവിതം ഇവർക്ക് വലിയ കീറാമുട്ടികളൊന്നുമില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ ഗൃഹോപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും പരമാവധി സംഭാവന ചെയ്യണമെന്ന മന്ത്രിമാരുടെ ആഹ്വാനം അത് അവസാനിക്കുന്നില്ല. പോരുന്നതെല്ലാം പോന്നാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കുറയുകയും ആ ചുമലിലെ ഭാരം കുറയുകയും CMDRFൽ എത്തുന്നത് അതുപോലെ അവിടെ ഉണ്ടാവുകയും മുൻകാലങ്ങളിലേതുപോലെ വകമാറ്റി ചെലവഴിക്കുകയുമാകാമെന്ന കുബുദ്ധിയും ദുരുദ്ദേശവുമാകില്ലേ ഇത്തരമൊരു ആഹ്വാനത്തിന് പിന്നിൽ? ഇവിടെ തന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞു, കേന്ദ്ര ഫണ്ട്, കേന്ദ്രത്തിന് മുന്നിൽ വലിയൊരു പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് 2000 കോടി രൂപയുടെ. ഒരു 200 കോടി കൊണ്ട് ഇവരുടെ പുനരധിവാസവും അതുപോലെ പുനർനിർമ്മാണവും ഒക്കെ സാധ്യമാകും. ആ കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി. എത്ര കുടുംബങ്ങൾ ഇത് ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് അകത്ത് ഒതുക്കാൻ സാധിക്കും. പക്ഷേ ഈ 2000 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില റിലീഫ് ഇവർക്ക് കിട്ടാനുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ വാടക 6000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് എത്ര കാലം കൊടുക്കും? മാത്രമല്ല, ഷാജി പറഞ്ഞതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ മുണ്ടക്കൈയിൽ അല്ലെങ്കിൽ ചൂരൽമലയിൽ താമസിക്കുന്ന കുട്ടികളെ, അവരെ താമരശ്ശേരി പോലുള്ളൊരു സ്ഥലത്തേക്ക് അവർ വാടക വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയൊക്കെ യോഗം ചേരുന്നുണ്ട്, പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തേണ്ടത് ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കല്ലേ ഷാജഹാൻ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് ജൂലൈ 30-ാം തീയതിയാണ് ഈ ദുരന്തം അവിടെ ഉണ്ടാകുന്നത്. ഉണ്ടായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രഖ്യാപനം തന്നെ ദുരിതാശ്വാസ നിധിയുടെ രൂപീകരണമാണ്. എനിക്കത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളെല്ലാവരും ഈ ദുരന്തം വന്ന ദിവസം മുതൽ തന്നെ പുനരധിവാസത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുന്നു പറഞ്ഞോട്ടെ. പുനരധിവാസം പ്രധാനപ്പെട്ട വിഷയമല്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ആരും തർക്കവുമില്ല. വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുനരധിവാസം. പുനരധിവാസത്തെക്കുറിച്ചിട്ട് പുനരധിവാസത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന വേറെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ ദുരന്തമുണ്ടായത് മഴ കൊണ്ട് മാത്രമാണോ? അതിതീവ്ര മഴ കൊണ്ട് മാത്രമാണോ? കാലാവസ്ഥാ മാറ്റം കൊണ്ട് മാത്രമാണോ? അതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ? അങ്ങനത്തെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്താനുണ്ട്. അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം, അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം, വിവേചനരഹിതമായിട്ടുള്ള റോഡുകളുടെ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അത് കാലാവസ്ഥാ മാറ്റവും അതിതീവ്ര മഴയുമായിട്ട് ചേർന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യാഘാതം അതിഭീകരമായി വർദ്ധിച്ചുവെന്നും മരണസംഖ്യ വലിയ തോതിൽ കൂടിയെന്നൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യുന്നില്ല. CPM ചർച്ച ചെയ്യില്ല, കാരണം അവരിതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. കോൺഗ്രസും ചർച്ച ചെയ്യുന്നില്ല, BJPയും ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ വിഷയങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിനകത്തേക്ക് നമുക്ക് പോകാം. ഈ പുനരധിവാസം എന്ന് പറഞ്ഞ വിഷയം വരുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചർച്ച തുടങ്ങിയ ദുരിതാശ്വാസം എന്നാണ്. ഈ ദുരിതാശ്വാസം സംബന്ധിച്ച് 1-2-3 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഈ ദുരിതാശ്വാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങി ഏറ്റവും മിനിമം ഒരു 10-400 കോടി രൂപയെങ്കിലും മതി എന്നാണ്, ഒരു 300 കോടി രൂപയെങ്കിലും മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അത്രയും പോലും വേണ്ട, എന്തായാലും വേണ്ട 300 ആകട്ടെ. ഞാൻ മനസ്സിലാക്കിയൊരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് 540 കോടി രൂപ ചെലവഴിക്കാതെ ഈ സർക്കാരിൻ്റെ കയ്യിൽ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടായിട്ട് കിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 540 കോടി രൂപ
ഡിസ്ട്രസ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ചെലവഴിക്കാതെ നമ്മൾ 2000 കോടി രൂപ കേന്ദ്രത്തിനടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഓണം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു, ഒരുപാട് പണം നമുക്കിവിടെ ആവശ്യമുണ്ട് എന്നൊക്കെ ഉള്ള നിലയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദുരിതാശ്വാസ നിധിയാണ് നമ്മൾ ആദ്യ ദിവസം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ അനിൽ പറഞ്ഞു 150 കോടി രൂപയിൽ പരം കിട്ടിയെന്ന്. അതിൻ്റെ ഏറ്റവും പുതിയ ഇന്നത്തെ കണക്ക് പ്രകാരം 191 കോടി രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കാണ്. CMDRFിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ 191 കോടി രൂപ. ഓക്കെ, എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ എനിക്ക് പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഞാൻ നോക്കുമ്പോൾ ഓഗസ്റ്റ് 11-ാം തീയതി 91 കോടി രൂപയാണ് ഈ നിധിയിലുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 11 വരെ, അതായത് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 11 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയെന്ന് പറയുന്നത് 91 കോടി രൂപയായിരുന്നു. യഥാർത്ഥത്തിൽ 91 കോടി രൂപയല്ല, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് വരേണ്ടത്. എന്നാൽ ആദ്യത്തെ 11 ദിവസം 91 കോടി രൂപയാണ് വന്നത്. അതിന് ശേഷമുള്ള 7 ദിവസത്തിനുള്ളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് 100 കോടി രൂപ വന്നിരിക്കുന്നു. 100 crores. അങ്ങനെ 191 കോടി രൂപയെന്ന് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നു. ഇതിനകത്തൊരു ദുരൂഹത എനിക്ക് തോന്നാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ ദിവസവും സംഭാവന നടത്തുന്നവരുടെ ലിസ്റ്റ് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയുടെ ആഫീസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അതിൽ 2-3 ദിവസം, ഏറ്റവും അവസാനത്തെ 2 ദിവസം കണക്കുകൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 16-ാം തീയതി മറ്റോ ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് 2 കോടി രൂപയാണ് അത് ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തേക്ക് വിടുന്ന ഈ ലിസ്റ്റിൽ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 2 കോടി രൂപയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 6 ദിവസം കൊണ്ട് 100 കോടി രൂപയാണ് വന്നത്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു 10, 12, 13 കോടി രൂപ വരുന്നുണ്ട്. അപ്പോൾ 12 കോടി രൂപയുടെ ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പുറത്തേക്ക് വിടുന്ന കണക്കിൽ 2 കോടി രൂപ വരുന്നുള്ളൂ. ഇതൊക്കെ കൃത്യമാണ്. അതായത് 191 കോടി രൂപ വന്നു എന്നുള്ളത് CMDRFിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഓഗസ്റ്റ് 11 വരെ വന്നു 91 കോടി രൂപ വന്നു എന്നുള്ളത് അന്നത്തെ CMDRFിൻ്റെ കണക്കിൽ ഞാൻ എഴുതിയെടുത്തതാണ്. ഇന്ന് 191 കോടി രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 100 കോടി രൂപ വന്നിട്ടുണ്ട്. അത് കൃത്യമാണല്ലോ. ഇനി ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് സംഭാവന തരുന്നവരുടെ പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ജനചാനൽ എൻ്റെ സുഹൃത്ത് രാജീവ് തന്നെയാണെന്ന് 3-4 ദിവസത്തെ എനിക്ക് തന്നത്. അതിൽ ഞാൻ 16-ാം തീയതിയിലത്തെ കണക്കെടുത്ത് കംപ്ലീറ്റ് കൂട്ടി നോക്കിയപ്പോൾ അന്ന് പുറത്തേക്ക് വിട്ട കണക്കിൽ കൂട്ടി നോക്കുമ്പോൾ 2 കോടി രൂപയെ കാണുന്നുള്ളൂ. അതേസമയം കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 100 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 12 കോടി രൂപയെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് പൊതുമണ്ഡലത്തോട് ഞാൻ ഈ കാര്യം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ മുഴുവൻ വിവരവും സംസ്ഥാന സർക്കാർ പുറത്തേക്ക് വിടുന്നില്ല. 2 കോടി രൂപയുടെ വിവരമേ പുറത്തേക്ക് വിടുന്നുള്ളൂ. എന്നാൽ 12 കോടി രൂപയെങ്കിലും ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 100 കോടി രൂപ 7 ദിവസം കൊണ്ട് വരില്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, എൻ്റെ സർക്കാരിനോടുള്ള ചോദ്യം, ആരാണ് ഈ 10 കോടി രൂപ ഒരു ദിവസം തന്നത് എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വലിയ നിക്ഷിപ്ത താല്പര്യക്കാരോ വലിയ കോടീശ്വരന്മാരോ തരുന്നതാവാനാണ് സാധ്യത. 1. 2, സംസ്ഥാന സർക്കാർ അത് പുറത്തു പറയാൻ മടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വൈറ്റ് മണി ആവും. നിക്ഷിപ്ത താല്പര്യക്കാർ 10 കോടി രൂപ അതിനകത്തേക്ക് തന്നു കഴിഞ്ഞാൽ 10 കോടി രൂപ ദുരിതാശ്വാസത്തിന് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് മണിയായി. 1. 2, തരുന്ന ഈ ദുരിതാശ്വാസത്തിന് തരുന്നവർക്ക് ഇപ്പോൾ 10 കോടി രൂപ തരുമ്പോഴത്തേക്ക് അവർക്ക് അത് ടാക്സ് ഫ്രീ ആണ്, അത് കൊടുക്കണ്ട. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പണം കൊടുത്തിരുന്നവരെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി ഭയങ്കര ആവേശഭരിതനായിട്ട് പറഞ്ഞിരുന്നവരാരാണ്? 5 കോടി രൂപ യൂസഫ് അലി, 5 കോടി രൂപ രവി പിള്ള, 5 കോടി രൂപ അദാനി, 10 കോടി രൂപ PCN മേനോൻ. മനസ്സിലായോ? ഇതുപോലുള്ള കണക്കുകളാണ് പറഞ്ഞിരുന്നത്. അതാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം,
ഈ 10-12 കോടി രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൽ 1-2 കോടി രൂപയെ പുറത്തു പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പണം ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരനോ ശതകോടീശ്വരനോ തരുന്നതായിരിക്കാം. അത് പുറത്തു പറയാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. ആ സാഹചര്യത്തിൽ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അത് പറഞ്ഞാൽ തന്നെ അത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ ഈ സംവിധാനം നിക്ഷിപ്ത താല്പര്യക്കാർ അവരത് മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഇവിടെ പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുകയാണ്. കാരണം 11-ാം തീയതി വരെ 90 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 100 കോടി രൂപ. ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ലേ? ആദ്യത്തെ ഞാൻ പറയുന്നത് ഇപ്പം ഏറ്റവും വൈകാരികമായി ആളുകൾ പ്രതികരിക്കുന്നത് ആദ്യത്തെ 8-10 ദിവസമായിരിക്കണമല്ലോ. സ്വാഭാവികമായി ആ ഒരു 8-10 ദിവസമാണ് ഏറ്റവും കൂടുതൽ പൈസ വരേണ്ടത്. അന്ന് 90 വന്നുള്ളൂ, ഇപ്പം 100 കോടി മതി. 1. 2, അനിൽ പറഞ്ഞ ഈ പാത്തുമ്മയുടെ ആടിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ലിസ്റ്റിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാരൻ അതിനകത്തില്ല. സഹകരണ ബാങ്കുകൾ 10 ലക്ഷം രൂപ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 10 ലക്ഷം രൂപ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1 കോടി രൂപ. അപ്പോൾ അതിൽ നല്ല പങ്കും ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്ന പണമാണ്. അതിൽ ഞാൻ കാണാത്തത് ആരെയെന്നറിയോ? സാധാരണക്കാരനെയാണ് ഞാൻ അതിനകത്ത് കാണാത്തത്. കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണ കൊലിസിൻ്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ഏതോ ഒരു കുടുക്ക പൊട്ടിച്ചിട്ട് എന്തോ 75,000 രൂപയുടെ കാര്യം പറയുന്നത് കേട്ടു. നമുക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് മഹാപ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യ അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സാധാരണക്കാരൻ കൊടുക്കുന്ന പണമാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണക്കാരൻ ഇല്ല. വലിയ നിശ്ചിത താല്പര്യക്കാരനും വലിയ ശതകോടീശ്വരനും പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ വിശ്വാസ്യതയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് നിർത്തിക്കോളാം. നമുക്കറിയാമല്ലോ, മഹാപ്രളയത്തിൻ്റെ കാലത്ത് പിന്നെ പിണറായി വിജയൻ പത്രസമ്മേളനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപയായിരുന്നു വ്യൂവർഷിപ്പ്. ഇപ്പോൾ ഈ 10-15 ദിവസം വ്യൂവർഷിപ്പ് ഞാൻ എടുത്ത് നോക്കി, എൻ്റെ അനിൽ ആകെ സ്തംഭിച്ചു പോയി. അതായത് ഈ പിന്നെ ദുരന്തമുണ്ടായതിൻ്റെ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ 75,000-80,000 പേരൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ലൈവ് പത്രസമ്മേളനം കാണുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടെത്താന്നറിയോ 14,000, 15,000, 13,000 പേരൊക്കെയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ക്യാപ്റ്റൻ്റെ ഈ ഇരട്ടച്ചങ്കൻ്റെ പത്രസമ്മേളനം കാണുന്നത്. 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളുള്ളൊരു പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഈ ഭരണകൂടത്തോടും മുഖ്യമന്ത്രിയോടുമൊക്കെയുള്ള വിശ്വാസം, അവരിൽ മുഖ്യമന്ത്രിയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അളവുകോലാണ് ഇയാൾ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ദുരിതാശ്വാസ നിധി ഭയങ്കര ക്രെഡിബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ 15,000-16,000 ആളുകളിലേക്കൊക്കെ മാത്രം കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് വലിയൊരു ദുരൂഹത കിടപ്പുണ്ട്. ആവശ്യത്തിന് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം നൽകിയ പണം തന്നെ 540 കോടി രൂപ കിടക്കുകയാണ്. ആ പണമെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പിന്നെ വിതരണം ചെയ്യാനല്ലേ നോക്കേണ്ടത്. അത് വിതരണം ചെയ്യാതെ അങ്ങോട്ട് വടക്കോട്ട് നോക്കി 2,000 കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ 2,000 കിട്ടിയാൽ അതിൽ 1,000 കോടി രൂപയെങ്കിലും ഈ ഓണത്തിൻ്റെ കാര്യത്തിൽ വകമാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് നോക്കിയാണ് ഇവരിയ്ക്കുന്നത്. പിന്നെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് പുനരധിവാസം നടന്ന പുത്തുമലയുടെ കാര്യവും പെട്ടിമുടിയുടെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. പെട്ടിമുടിയിൽ എത്രയോ വീടുകൾ വെച്ച് കൊടുത്തു. ആ വീടുകളിൽ ദുരിതബാധിതർ ആരും താമസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് ജോലി സ്ഥലത്താണ് താമസിക്കേണ്ടത്. 2-3 മുറിയുള്ള വീടുകൾ 10, 50, 60 വെച്ച് കൊടുത്തു. പക്ഷേ പാവങ്ങൾ മുഴുവൻ ലായത്തിലാണ് താമസിക്കുന്നത്. കാരണം എന്താണ്? ലായത്തിൽ നിന്ന് അവർക്ക് പിന്നെ തേയില നുള്ളാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ 1-2 മുറിയുള്ള വീടുകളെല്ലാം വെറുതെ ചെതലെടുത്ത് അവിടെ കിടക്കുകയാണ്. അല്ല ഷാജഹാൻ, ഈ 2021 കൂട്ടിക്കൽ ദുരന്തത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട 98 പേർ, വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 47 പേർ, ഭാഗികമായി നഷ്ടപ്പെട്ട 1940 പേർ. ഇവർക്കൊന്നും ഇതുവരെ വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ല. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കിട്ടിയ വിവരമാണ്. ഇതാണ് 2021 ഇപ്പോൾ നോക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിലിപ്പോൾ സുരേഷ് ബാബു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായി പറഞ്ഞ് അവിടെ ഫലിപ്പിച്ചു വെച്ചു. അതൊക്കെ ഞാൻ പറയട്ടെ. ഞാൻ സുരേഷ് ബാബുവിനുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തിയറി. പ്രാക്ടീസിൽ വരുമ്പോൾ പെട്ടിമുടിയിൽ എന്താണ് സംഭവിച്ചത്, കവളപ്പാറയിൽ എന്താണ് സംഭവിച്ചത്, പുത്തുമലയിൽ എന്താണ് സംഭവിച്ചത്, ഇത് നമ്മൾ പരിശോധിച്ച് നോക്കണം. അവിടെ പുനരധിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നടന്നതെന്ന്. സുരേഷ് ബാബു, ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത്, നമുക്കിപ്പോഴും താല്പര്യം
തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിന്ന് നോക്കുകയായിരുന്നു, ഈ ഏരിയൽ ഡിസ്റ്റൻസ് കണക്കാക്കിയാൽ ഈ തുരങ്കപാത പുത്തുമലയുടെ 1.5 കിലോമീറ്ററിനടുത്താണ്, കവളപ്പാറയുടെ 5 കിലോമീറ്ററിനടുത്താണ് ഈ തുരങ്കപാത. ഈ തുരങ്കപാത എന്ന് പറയുന്നത് വയനാട് ഈ ഉരുൾപൊട്ടലുണ്ടായ ക്യാമൽ ഹമ്പ് എന്ന് പറഞ്ഞ വെള്ളരിമല ഉൾപ്പെടെയുള്ള മലനിരകൾക്ക് അടിയിലൂടെ പുത്തുമലയ്ക്കും കവളപ്പാറയ്ക്കും ഒക്കെ തൊട്ടടുത്തുകൂടി 6.5-7 കിലോമീറ്റർ ദൂരത്ത് നമ്മൾ തുരങ്കപാത നിർമ്മിക്കാൻ പോവുകയാണ്. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴും താല്പര്യം. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10,400 പേര് അവിടെ മരിച്ച് മണ്ണടിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. അയാളുടെ മറുപടി എന്താണെന്നറിയാമോ? ഇതുപോലെ തുരങ്കപാത ഉണ്ടായെടുത്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ് പറയുന്നത് തുരങ്കപാതകൾ ഉള്ളിടത്ത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊരു അബ്സേർഡിറ്റിയാണ് നമ്മൾ ആലോചിച്ച് നോക്കി. ഇതും തമ്മിൽ വല്ല കമ്പാരിസൺ ഉണ്ടോ? വയനാട് കേരളയിലൊന്നും ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ള വിഷയമാണ് ഇത്. 400 പേര് മരിച്ച് മണ്ണടിഞ്ഞ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായ, നമ്മൾ സുരേഷ് ബാബു മനസ്സിലാക്കേണ്ടത്, വൈത്തിരിയിലും മേപ്പാടിയിലുമായിട്ട് ഞാനിന്ന് അവിടുത്തെ ബാദുഷ എന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഏതാണ്ട് 10,000 ടൂറിസം റിസോർട്ടുകളാണ് ഈ വൈത്തിരിയിലും മേപ്പാടിയിലും ഉള്ളതെന്നാണ് പറഞ്ഞത്. അവിടെ 1-2 വർഷത്തിനിടയിൽ 1000-ലധികം ഉരുൾപൊട്ടലുകളാണ് അവിടെ ഉണ്ടായത്. ഈ മുണ്ടക്കൈയിലുള്ള റിസോർട്ട് അത് താങ്കൾ കണ്ടിട്ടുണ്ടോ? സ്ലോപ്പാണ്. ഒരു കാരണവശാലും അതിന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, നിർമ്മാണ അനുമതിയെ കൊടുക്കാൻ പാടില്ല. അല്ല, ഈ റിസോർട്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ലോപ്പിലാണ്. അവിടുത്തെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ പറയുന്നത് അവിടെ ടൂറിസ്റ്റ് റിസോർട്ട് നിർമ്മിക്കാനായിട്ട് പഞ്ചായത്ത് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള കാട്, അതിനകത്തൂടെ പോകുന്ന അരുവി, ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഈ ടൂറിസ്റ്റ് റിസോർട്ടുകൾക്കാണ്. വലിയ ഗ്ലാസ് ബ്രിഡ്ജുകൾ, വലിയ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന വലിയ ടാങ്കുകൾ, ഇതൊക്കെ ഉണ്ടാക്കി 10,000-ലധികം റിസോർട്ടുകൾ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ അവിടെ ചത്തുചീഞ്ഞു പോയത്. ആ സ്ഥലത്തിൻ്റെ അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കാനുള്ള താല്പര്യത്തിൽ പോവുകയാണ് പിണറായി വിജയൻ. അതിനെ ബിനോയ് വിശ്വം എതിർത്തപ്പോഴത്തേക്ക് അദ്ദേഹം ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർപ്പ് പറയുന്നത്. അപ്പം നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ പുനരധിവാസം കൊണ്ട് ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ട വയനാടിനെ പരിപൂർണമായി തകർക്കുന്ന തുരങ്കപാതയെക്കുറിച്ചിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും ഇതിനു മുമ്പ് പുനരധിവാസം നടന്ന പെട്ടിമുടിയിലേക്കും കവളപ്പാറയിലേക്കും പുത്തുമലയിലേക്കും ഒന്ന് നോക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ആത്യന്തികമായി വാണിജ്യ താല്പര്യങ്ങളാണ് ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത്, ഒരു പടി മുകളിൽ നിൽക്കുന്നത്. വിദ്യാസാഗർ ഗുരുമൂർത്തി, ക്ഷമിക്കുക, പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് തുടരാം. ഇപ്പൊ ശബ്ദമല്ല പറയാം. ഇപ്പോ എനിക്കിതിൽ അനിൽജിയോട് പറയാനുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ കഴിഞ്ഞ തവണ ഒരിക്കൽ ഒരാൾ കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ട് പിന്നെയും അയാളെ ഒരു തരത്തിലും നിയമപരമായി നേരിടാതെ വീണ്ടും അയാൾക്ക് ഫണ്ട് കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ. ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ഈ ദുരന്തം ഉണ്ടായപ്പോഴും അമിത്ഷാജി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, കേരള സർക്കാർ അത് ഗൗനിച്ചില്ല, ഇത് വിളിച്ചു വരുത്തിയ അപകടം എന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം ആ വാർത്ത കഴുകപ്പെട്ടു, പിന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒളിച്ചുകൾ ഈ വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ നടക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. നമുക്ക് വിസിബിലി നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമുണ്ടെന്നറിയാം. പക്ഷെ ഈ ഭരണകക്ഷിയുടെ നേതാവിനെതിരെ, ഈ കള്ളന്റെ കപ്പലിന്റെ കപ്പിത്താനെതിരെ ഒരു നിയമ നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിചാരണയ്ക്ക് പോട്ടെ, ഒരു ED എങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ ധാർമ്മികമായിട്ട് എനിക്ക് അയാളെ കുറ്റപ്പെടുത്താമായിരുന്നു. ഇപ്പോ എല്ലാ വാർത്തകളും ഇന്ന് വരും, നാളെ ആ വാർത്തയില്ല. അമിത്ഷാജി പറഞ്ഞു കാലാവസ്ഥാ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിരുന്നു, പക്ഷെ ഇവരത് ഗൗനിച്ചില്ല. ഗുരുതര ആ വാർത്ത അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിച്ചാൽ ഏറ്റവും വലിയ ക്രൈം അല്ലേ അത്? ഒരു ജനതയെ മുഴുവൻ ഒന്നാകെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ പിറ്റേന്ന് ആ വാർത്ത കാണാനില്ല. ഞാൻ BJP യിൽ അധികാരമുള്ള ആളല്ല. BJP യിലെ ഒരു
സ്ഥാനവും വഹിക്കുന്ന ആളല്ല. BJPയുടെ നേതാക്കളോട് ചോദിക്കും, അവരും പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വരുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണ അനിൽജി എന്നെ പോലെയുള്ള സാധാരണ പിന്നെ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ഉത്തരം ആരോട് പറയാം? ആരൊക്കെ തമ്മിലാണ് സൗഹൃദം എന്ന് മനസ്സിലാവുന്നില്ല. ഇത് വലിയ വിഷയമാണ്. കാരണം 2020 ജൂൺ 8 ദ ഹിന്ദു പത്രം, ദ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ്, അതില് വന്ന വാർത്ത 2020 ഓർക്കണം. ഈ CMDRFിലേക്ക് വന്നിട്ടുള്ള 50 ലക്ഷം രൂപ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന CMDRFിലെ ഒരു ക്ലാർക്ക് മോഷ്ടിച്ച് എംബസിൽ ചെയ്തിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ്. അത് CMDRFിൽ ഇവര് പറയുന്നത് CMDRFിലേക്ക് അയക്കുന്ന തുക അത്യന്തം സുരക്ഷിതമാണെന്നും മുഖ്യമന്ത്രി നേരിട്ട് അത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് വാങ്ങുന്നത്. നമ്മുടെ ഒരു കേവലം 4 വർഷം മുമ്പ് 2020 ജൂൺ 8 വന്ന വാർത്തയാണിത്. ദ ഹിന്ദുവിൽ വന്നതാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ ഒരു ക്ലാർക്കിന് പോലും ഇതിൽ നിന്ന് 50 ലക്ഷം, 1/2 കോടി രൂപ മോഷ്ടിക്കാം? ഇങ്ങനെ പല വാർത്തകളും വന്നു. ഒരു CPMന്റെ നേതാവും ഭാര്യയും കൂടി CMDRFിലെ ഫണ്ട് അടിച്ചു മാറ്റിയ വാർത്ത വന്നു. അങ്ങനെ പല തരത്തിൽ പലയിടത്തുനിന്ന് ഇവർ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുക അല്ലെന്ന് പറഞ്ഞാൽ അത് എന്താ തെറ്റുള്ളത് ചോദിച്ചാൽ. പക്ഷെ അവിടെ പ്രശ്നം, ഇത് ആധികാരികമായിട്ട് എനിക്കോ അങ്ങേക്കോ പറയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത സ്വത്ത് രൂപത്തെ, ഈ ഭീകര സ്വത്വത്തെ EDയോ അല്ലെങ്കിൽ അതുപോലെ ഏജൻസിയോ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഞാനോ നിങ്ങൾ പറയുന്നതിന് ഒരു സ്റ്റാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറ്റുന്നത്? നമ്മൾ മൃഷാപവാദം ഉന്നയിക്കുകയാണ്, നമ്മൾ ഇയാളെ പറ്റി വെറുതെ നുണ പറഞ്ഞുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാ തവണയും അവർ വിജയിച്ച് ഇലക്ഷനിൽ വിജയിച്ച് കയറുകയാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഈ വിഷയം. എന്റെ മാത്രം കൺസേൺ അല്ല. 100%. കാരണം നമ്മൾ ശരിയാണ്, നമ്മൾ ഞങ്ങളെയൊക്കെ വിളിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ സംശയം അത് തന്നെയാണ്. ഇതാ ഷാജഹാനും ഞാൻ വഴക്കൂടുന്നതും ആ വിഷയത്തിലാ. അല്ല, ഇത്രയേ ഉള്ളൂ സാർ. ഞാൻ പറഞ്ഞ നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഉണ്ട്. BJPയോട് നമുക്ക് ചായവുണ്ട്. BJP ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. എന്റെ വ്യക്തിപരമായിട്ട് ദേശീയ ധാരയിലുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള BJPയോടാണ് എന്റെ അനുഭാവം. പക്ഷെ അനുഭാവം അന്ധതയല്ല. CPMന്റെ മാതിരി അന്തം കമ്മി എന്ന് പറയുന്ന അവസ്ഥ BJPയിൽ ഇല്ല, അല്ലെങ്കിൽ RSSൽ ഇല്ല. നമുക്ക് ആത്മവിമർശനവും ആവാം. ഇവിടെ സത്യത്തിൽ അമിത്ഷാജി പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു വെൽ ബിഫോർ ദിസ് ഡിസാസ്റ്റർ. കൊലക്കുറ്റം കേസെടുക്കേണ്ടതല്ലേ വിദ്യാസാഗർ? കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. എന്നിട്ട് ഇപ്പൊ ഫണ്ട് പിരിക്കാനുള്ള അവസരം കൂടി കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോ ഇതിൽ ഞാൻ ഏത് കക്ഷിയെ ഏത് ഭാഗത്ത് നിൽക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്റെ ഒരു കൺസേൺ ആണ്. എന്നെ ഇനിയിപ്പോ നാളെ ഒരു പൊങ്കാലയിടുക തെറി പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. തെറി പറയുന്നതിന് പൊങ്കാലയിടുന്ന പറയരുതെന്ന് എന്നോട് സുഹൃത്ത് പറയോട്, അത് പറയുന്നില്ല. എങ്കിലും ഇനി നാളെ തെറി പറയായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് കേൾക്കാത്തതുകൊണ്ട്, ആദ്യമായിട്ടല്ലല്ലോ കേൾക്കുന്നത്. പക്ഷെ ഇതിലൊരു വിഷയമുള്ളത് എന്താ വെച്ചാൽ പത്രങ്ങൾ സത്യം പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിന്റെ സ്ഥാനമുണ്ട് പത്രങ്ങൾക്ക്. പത്രവാർത്തയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടല്ലോ, പ്രിന്റഡ് വേർഡ്സിന്. എത്ര പത്രങ്ങളിൽ എത്ര CPM നേതാക്കന്മാരും ഭാര്യമാരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംബസിൽമെന്റ്, അതും CMDRF ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് തന്നെ എത്ര കോടി രൂപ സഖാക്കന്മാരെ അടിച്ചു പുട്ടടിച്ചിട്ടുണ്ട്. ഇത് പത്രവാർത്തകളായി വന്നിട്ട് പോലും ഒരു അന്വേഷണം നടത്തിയിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് ദുരന്തങ്ങളും മരണവും വിറ്റ് കാശാക്കുന്ന മരണ വ്യാപാരികളാണോ കേരളം ഭരിക്കുന്നത് എന്നതിനൊരു തെളിവ് കൊണ്ടുവരേണ്ടതല്ലേ? അല്ല വിദ്യാസാഗർ ഗുരുമൂർത്തി, അതിലെ വിരോധാഭാസം ഇതൊന്നും ചെയ്യാതെ CMDRFിനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കേസെടുക്കും. 200 കേസുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ. ഞാൻ പറഞ്ഞല്ലോ അനിൽജി, ഞാൻ എതിരെ പറയുന്നില്ല. എന്താ കാരണം? ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി 2 സ്റ്റാൻഡുകൾ എടുക്കുന്നു. ഒന്ന്, CPMന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ കൊള്ള നടക്കുന്നു എന്ന് പറയുന്നതും അവർ തന്നെയാണ്. അതേ പിണറായി വിജയന് വേണ്ടിയിട്ട് CID ഫണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു മാനസിക പ്രയാസം ഉണ്ടാവുന്നില്ലേ? 2 മിനിറ്റ് ഇരിക്കുന്ന ഇടപെടാവോ ഷാജാൻ സാറെ? ഞാൻ 1 മിനിറ്റ് ഇപ്പൊ പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ അനിൽജി എന്നെ ഇത് ഇപ്പൊ കോൺഗ്രസ്സുകാരനാക്കി മാറ്റുമായിരിക്കും ഇവര്, അത്രേ ഉള്ളൂ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളൂ, അല്ല സത്യം തുറന്നു പറയണം. എന്തുകൊണ്ടെന്ന് ഞാൻ 100 പേരോട് ദിവസം ഉത്തരം പറയുന്നു, അനിൽജി ഒരു 1000 പേരോട് പറയുന്നുണ്ടാവും ഇതേ കാര്യം. കാരണം എന്നോട് പലരും ചോദിക്കുന്നു, അല്ല സാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞതാണ്, രേഖാമൂലം പറഞ്ഞതാണ്, ഞങ്ങൾ വെൽ ഇൻ അഡ്വാൻസ്, ഞങ്ങൾ നേരത്തെ തന്നെ ദുരന്തം വരും, അവിടെ മണ്ണിടിച്ചിന് സാധ്യതയുണ്ട്, അവർ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയും
കേരള സർക്കാർ അവഗണിച്ചു എന്ന് പറയും ചെയ്ത് അദ്ദേഹം തന്നെയാണ്. പിന്നെ ആ വാർത്തയില്ല, അതേപ്പറ്റി ചർച്ചയില്ല. പിറ്റേ ദിവസം പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ പറയാം അങ്ങനെ ഉണ്ടായിട്ടില്ല, മുന്നറിയിപ്പ് തന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞാൻ ഒരാഴ്ച ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരിവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകളും, അതായത് അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവർ പറയുന്നു അവർക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ആകെ ആ പുഞ്ചിരിമട്ടത്തെ, അതായത് പുഞ്ചിരിമട്ടത്തു നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. പുഞ്ചിരിമട്ടത്തെ കുറച്ച് വനവാസികളെ മാറ്റി എന്നല്ലാതെ വേറെ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അവർ പറയുന്നു അതിൽ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, പാർട്ടിക്കാരുണ്ട്, CPM-കാർ തന്നെയാണ് പറയുന്നത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അനിൽജി, അതിൽ വിഷയമുണ്ട്. ഷാജാൻ സാർ ഒരു സെക്കൻഡ്, ആ ഒരു ഡിസാസ്റ്ററിന് തൊട്ട് തലേന്ന് മാതൃഭൂമിയുടെയും പിന്നെ മറ്റൊരു ചാനലിന്റെയും ഒരു റിപ്പോർട്ടർ ആ പാലത്തിന് മേലെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇതാ അനുനിമിഷം പുഴ വർദ്ധിച്ചു വരികയാണ്, ഈ പുഴ ഈ നാടിനെ വിഴുങ്ങും, അത്രയ്ക്ക് മഴയാണ്, എത്ര 300 മില്ലിമീറ്റർ മേലെ മഴയാണ്, ഇതിപ്പോ വീഴും, എല്ലാവരും ഒഴിഞ്ഞു പോണെന്ന് അയാൾ പറഞ്ഞത് പോലും ഈ സർക്കാർ ഗൗരവത്തിലെടുത്തില്ലേ? കേന്ദ്ര റിപ്പോർട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. കേന്ദ്രം റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് പിണറായി വിജയനും അമിത്ഷാജിയും തമ്മിൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് ലൈവായിട്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പുഴ പുറകിൽ കരാളമായിട്ട് സംഹാര ദുർഗയെ പോലെ ഒഴുകുന്ന പുഴയെ കാണിച്ചിട്ട് റിപ്പോർട്ടർ പറയുന്നുണ്ട്, ഇനി ഇവിടെ തുടർന്നാൽ ഈ പാലവും കാണില്ല, ഈ നാടും കാണില്ല എന്ന് അയാൾ പറയുന്നു. ഇതെങ്കിലും കേട്ടിട്ട്, ഈ പത്രമാധ്യമങ്ങളുടെ വന്ന വാർത്തയെങ്കിലും കേട്ടിട്ട് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ പോലീസിനും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് എന്റെ ചോദ്യം. അപ്പോ ആസ് ഇഫ് ദേ വർ വെയിറ്റിംഗ് ഫോർ എ ഡിസാസ്റ്റർ ടു ഹാപ്പൻ, ഒരു ദുരന്തം നടക്കാൻ വേണ്ടി കുറെ കഴുകന്മാർ കാത്തിരിക്കുന്ന പോലെയാണ്. ദുര്യോധനൻ ചത്ത് കഴിഞ്ഞിട്ട് അവന്റെ മാംസം കൊത്താന്ന് കരുതിയിരിക്കുന്ന കഴുകന്മാരെ പറ്റി മഹാഭാരത് പറയുന്നുണ്ട്. അതുപോലെ സ്വാഭാവികമായി അങ്ങനെ സംശയിക്കാം. മനുഷ്യൻ ചത്ത് വീഴട്ടെ, അതെ, മനുഷ്യൻ ചത്ത് വീഴട്ടെ, നാശനഷ്ടം ഉണ്ടാവട്ടെ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ സാധിച്ചത് ഈ ദുരന്തം മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 24 ന്യൂസ് ഞാൻ തുറന്നു പറയാണ്, 24 ന്യൂസ് ചാനലൊക്കെ ഒറ്റ ആഴ്ച കൊണ്ട് നമ്പർ 1 ആയത് ശവം നാറുന്ന നമ്പർ 1 ആണ്. അവിടെ കിടന്നിട്ട് കരയുന്ന മനുഷ്യന്റെ വായിലോട്ട് കോല് കുത്തിക്കയറ്റി ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരൊക്കെ മരിച്ചു എന്ന്. അതെ അതെ, ശരിയാണ്, നിങ്ങൾ പറയുന്നതിനോട് 100% യോജിക്കുന്നു. കരയുന്ന മനുഷ്യന്റെ വായിലേക്ക് ഈ അമ്പ് കുത്തിക്കയറ്റി ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരൊക്കെ മരിച്ചു, ആരൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെ കഷ്ണം കിട്ടി. വളരെ അപകടകരമായ, ഞാൻ പറയുന്നത് വളരെ പിണറായി വിജയൻ എന്ന മനുഷ്യനെ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അവസാനമായുള്ള സംശുദ്ധനാക്കാനുള്ള ഒരു ഏർപ്പാട് നടക്കുന്നുണ്ടോ എന്ന് പോലും ഞാനിപ്പോ സംശയിച്ചു പോവാണ്. ഞാനൊരു ലേമാനാണ്, സാധാരണക്കാരനാണ്. എന്റെ സംശയം ഞാൻ ചോദിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റുള്ളവർക്ക് തുടരാം. ഷാജാൻ, പെട്ടെന്ന്. അല്ല ശ്രീ ഗുരുമൂർത്തി, പെട്ടെന്നല്ല, കുറച്ച് സമയം വേണ്ടി. ഈ ഗുരുമൂർത്തി, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ 2 നിലപാടൊന്നുമില്ല യഥാർത്ഥത്തിൽ. ഞാൻ 2-3 കാര്യങ്ങൾ വിശദമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം. ശ്രീമാൻ അമിത്ഷാ എന്ന് പറയുന്ന അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആണ്. അദ്ദേഹം രാജ്യസഭയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. രേഖാമൂലം കാര്യകാരണ സഹിതം ഇതിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. കാര്യകാരണ സഹിതം പറഞ്ഞു. എത്രയോ നേരമെടുത്ത് പ്രസംഗിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ അമിത്ഷായെ ശരിക്കും സ്നബ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അല്ലാതെ ഇത് തെറ്റാണെന്ന് പറയുകയല്ല ചെയ്തത്. സ്നബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് അനക്കമില്ല. പിന്നെ വാലും ചുരുട്ടി ഓടുന്നത് അവനെ കാണുന്നത്. ഇവിടെ അമിത്ഷാ ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ രേഖാമൂലം പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രി അമിത്ഷായെ സ്നബ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു BJP നേതാക്കന്മാർക്കും ഒരു അനക്കവുമില്ല, അവർ മിണ്ടുന്നില്ല. അതുവഴി അങ്ങ് പോയി. അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വന്നു, ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് 540 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന്. ചെറിയ ആരോപണമാണോ അത്? ഗുരുമൂർത്തി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 540 കോടി രൂപ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ ചെലവഴിച്ചിട്ടില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ദേശീയ പത്രത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു BJP-കാരൻ അത് സംബന്ധിച്ചൊരു വിമർശനം ഉന്നയിച്ചോ? മിണ്ടിയില്ല. 3, അനിൽ നമ്പ്യാർ ഇവിടെ പറഞ്ഞല്ലോ,
ദുരിതാശ്വാസ നിധിയെ എതിർത്തതിനെതിരെ 200 കേസ് വന്നു എന്ന്. ദുരിതാശ്വാസ നിധിയിൽ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞതിന് 200 കേസ് വന്നു എന്ന് പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു BJP-കാരനെതിരെ, നേതാവ് വേണ്ട, ഒരു സാധാരണ BJP-കാരനെതിരെ ദുരിതാശ്വാസ നിധി പിന്നെ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഇല്ല. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഗുരുമൂർത്തി ഇവിടെ പറഞ്ഞല്ലോ, അവിടെ ഒരു പത്ര റിപ്പോർട്ടർ നിന്നിട്ട് പിന്നെ പുറകിൽ ആർത്തലച്ച് വരുന്നത് കണ്ടിട്ട് ഇവിടെ പ്രശ്നമാണെന്ന് സമ്മതിച്ചു. ഞാൻ അതിനപ്പുറത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. വയനാട്ടിൽ ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് 29-ാം തീയതി സംസ്ഥാന സർക്കാരിനോടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോടും കണക്കുകൾ സഹിതം പറഞ്ഞു. ആ കണക്ക് ഞാൻ ഗുരുമൂർത്തിയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. അതായത് വയനാട്ടിൽ 32 സ്ഥലത്ത് മഴ എത്രയാണെന്നുള്ളതിൻ്റെ കണക്ക് അവരെടുത്തു. ആ 32 സ്ഥലത്ത്, അതായത് 244.4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ എന്നാണ് അർത്ഥം. ഏതാണ്ട് ഒരു 60 മുതൽ 100 വരെയൊക്കെയാണ് സാധാരണ റെയിൻഫോൾ. 244.4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ ആണ്. അതായത് ഈ ജൂലൈ 30-ന് മുമ്പുള്ള 24 മണിക്കൂർ സമയത്ത് വയനാട്ടിലെ 32 സ്ഥലത്ത് എത്ര മഴ പെയ്യുന്നുണ്ടെന്ന് ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയപ്പോൾ അതിൽ 24 പോയിന്റുകളിലും ഈ 244.4 മില്ലിമീറ്റർ എന്ന് പറയുന്ന എക്സ്ട്രീംലി ഹൈ റെയിൻഫോളിന് മുകളിലോട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ചില സ്ഥലങ്ങളിൽ 409 മില്ലിമീറ്റർ വരെ മഴ പെയ്യുകയാണ്. ഈ വിവരം ഈ ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഈ പിന്നെ ജൂലൈ 29-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റിയെ രേഖാമൂലം അറിയിച്ചു. പിന്നെ ഗുരുമൂർത്തി, അല്ല ഷാജഹാൻ, കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു ദുരന്തമാണ്, അറിയാലോ താങ്കൾക്ക്. മാത്രമല്ല എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു ശാസ്ത്രജ്ഞന്മാരൊന്നും അങ്ങോട്ട് പോരുത് തിട്ടൂരം വന്നത്. ഞാൻ പറയുന്നത് ഇതിനപ്പുറത്ത് ഈ ഗവൺമെന്റിന് കൾപ്പബിലിറ്റിക്ക് വേറെ വല്ല തെളിവും വേണോ? അതെ എന്ന് മാത്രമല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി IIT നടത്തിയിട്ടുള്ള പഠനത്തിൽ വയനാട്ടിൽ നിന്ന് 4000 പേരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ 400-ലധികം പേരുടെ മരണത്തിന് ഉത്തരവാദി ഒന്നാം പ്രതി ഈ സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ തെളിവുകളാണ് ഞാൻ നിരത്തിയിട്ടില്ല. ഞാൻ ഇത്രയും തെളിവേ പറഞ്ഞുള്ളൂ. ഇനി ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. അപ്പം അത്രയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സംസ്ഥാന സർക്കാരാണ് ഇതിനകത്ത് ഉത്തരവാദി എന്ന് പറയാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇവിടുത്തെ BJP-ക്കാർക്കോ ഇവിടുത്തെ BJP നേതാക്കന്മാർക്കോ നട്ടല്ലോ ഇച്ഛാശക്തിയോ ഉണ്ടായിരുന്നോ? അവരിതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ മിനിറ്റ്. ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്ന ഒരേ വാചകങ്ങളാണ് തത്ത പറയുന്നത്. എന്താണ്? കാലാവസ്ഥാ മാറ്റം, അതിതീവ്ര മഴ, ചക്രവാത ചുഴി, മറ്റേ മേഘ വിസ്ഫോടനം, ഇത് മാത്രമാണ് അവർ പറയുന്നത്. ഈ പറയുന്ന കൾപ്പബിലിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം പറയാനുള്ള ആർജവം കോൺഗ്രസിനില്ല. അതൊരു ചത്ത സംവിധാനമാണ് ഇവിടെ. പക്ഷേ BJP കേന്ദ്ര ഭരണ പാർട്ടിയല്ലേ, അവർ പറയണ്ടേ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നതിന് വരെ അവരുടെ വാ തുന്നിക്കൂട്ടിയിരിക്കുകയാണെന്ന് എൻ്റെ ചോദ്യം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത് അപ്രിയ സത്യമാണ്, പലർക്കും രസിക്കില്ല. ഒരു സത്യം ഞാൻ പറയാം. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനുള്ള തത്രപ്പാടുകളാണ് ഇതെല്ലാം. കാരണം അത് നടപ്പാക്കി കഴിഞ്ഞാൽ ആദ്യം വേദനിക്കുന്നത് കുടിയേറ്റക്കാരെന്നും കർഷകരെന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന, കാട് കയ്യേറുന്ന, മല തുരക്കുന്ന ക്രിമിനലുകളാണ്. അവർക്ക് മതസംരക്ഷണമുണ്ട്. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തീയിട്ടതും ആളെ കൊന്നതുമൊക്കെ ഇവിടുത്തെ ലോഹയിട്ട അച്ഛന്മാരാണ്. ഞാൻ തുറന്നു പറയാണത്. അവരെ പിണക്കിക്കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പില്ല. അതിന് നട്ടലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ. ഇതാണ് ഇതിന്റെ സത്യം. ഈ സത്യം പറഞ്ഞതിന്റെ പേര് തെറി ഒരുപാട് കേട്ടതാണ്, ഇനിയും കേൾക്കാൻ തയ്യാറാണ്. PT തോമസ് കേട്ടതിൽ അപ്പുറത്തും ഞാൻ കേൾക്കാനില്ലല്ലോ. ശവഘോഷയാത്രയാണ് നടത്തിയത് PT തോമസ്. അതെ, ശരിയാണ്. യെസ്, ഷാജിമോൻ വീണ്ടും ഞാൻ ചൂരൽ മലയിലേക്ക് വരികയാണ്. ഷാജിമോൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്നുണ്ട്. 191 കോടി രൂപ ഇതിനകം എത്തിയിട്ടുണ്ട് അല്ലേ?
ഈ 191 കോടി രൂപ കൊണ്ട് തന്നെ അവിടെ നിങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പാർപ്പിട പ്രശ്നമുണ്ട്, ഭൂമിയുടെ പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ്. ഒന്നാമത്, ഇപ്പോൾ നമ്മളുടെ ശബരിമല ആ വിഷയ സമയത്ത് രാഘവ വാര്യരെ ഇറക്കി ചെമ്പോല എന്നുള്ള അതിനൊരു ആധികാരികതയൊക്കെ പോലെ ഇപ്പോൾ ഏതോ ഒരു ജോൺ മത്തായി അങ്ങനെ എന്തോ ഒരാളെ ഇറക്കിയിട്ട് ചൂരൽമലയുടെ ഈ ഉരുൾപൊട്ടലുണ്ടായി ആ മരവും മലയും വന്ന ഭാഗം ഒഴുകി വന്ന ഭാഗം ഒഴികെ മറ്റുള്ളിടത്ത് താമസയോഗ്യമാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതെ. അപ്പൊ ഞങ്ങൾക്ക് ആ ചൂരൽമലയിൽ ജനിച്ചു വളർന്നത് ഞങ്ങൾക്കറിയാം. 1961 ഇപ്പോ ഷാജഹാൻ സാറ് പറഞ്ഞു തുരങ്കപാത വരുന്നതെന്ന്. സാറ് മനസ്സിലാക്കേണ്ടത് തുരങ്കപാത വരുന്ന അവിടെ മീനാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനപ്പുറത്താണ് ചെമ്പ്രമല, വെള്ളരിമലയുടെ ഒരു ഭാഗമായിട്ടുള്ള ചെമ്പ്രമലയിലാണ് 1961 പൊട്ടിയത്. ഒരു 4 or 5 വർഷം മുമ്പ് ഈ കൃത്യമായിട്ട് ഈ തുരങ്കപാത വന്ന് ചേരുന്നതിനടുത്ത് കള്ളാടി ജാറത്തിനടുത്ത് ചെറുതായി പൊട്ടിയിരുന്നു. അന്ന് ആളുകൾ, അതുപോലെ തന്നെ 84 കരിമുറ്റ എസ്റ്റേറ്റ് മുണ്ടക്കയില്, തൊട്ട് മറുവശത്ത് കവളപ്പാറ, ഇതേ വെള്ളരിമലയുടെ മറുവശമായിട്ടുള്ള നിലമ്പൂരിന്റെ ഭാഗമായിട്ടുള്ള കവളപ്പാറ, അതുപോലെ 2019 പുത്തുമല, 2020 മുണ്ടക്കയിൽ ഉരുൾപൊട്ടി ഒട്ടനവധി വീടുകൾ പോയി. അപ്പോൾ ഞങ്ങൾ ആ പ്രദേശത്തുകാർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. എനിക്ക് ആശങ്കയാണ് ഇത് ശരിയാണ്. ഷാജിമോൻ, റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, അവിടെ പ്രശ്നമുണ്ട്. താങ്കൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഷാജിമോന്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഈ ദുരിതാശ്വാസ നിധി അത് വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള ആരോപണം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടു തുടങ്ങിയതാണ്. നമുക്കറിയാം 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ അവരുടെ പെൻഡിങ് അപ്പീലുകൾ തീർപ്പാക്കുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട എഞ്ചിനീയർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഏകദേശം 21 ലക്ഷം രൂപ. ഇത് വിവരാവകാശ നിയമപ്രകാരം എടുത്താണ് കേട്ടോ. ആ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ 21 ലക്ഷം രൂപ നൽകിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ദുരിത ബാധിതർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിലെ ഓരോ പണവും ഓരോ പെന്നിയും അവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പ്രളയ ദുരിതാശ്വാസമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അധിക തുക, അത് അധിക അരി വിതരണം ചെയ്ത വകയിൽ റേഷൻ കടയുടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ 9,40,11,595 രൂപ, കണക്ക് സഹിതമാണ് ഞാൻ പറയുന്നത്. ഈ റേഷൻ ഉടമകൾക്ക് അതുപോലെ ഏജൻറ്റുമാർക്ക് ഒക്കെ പണം കൊടുക്കുന്നത് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു 2021 കൂട്ടിക്കൽ ദുരന്തം, അതിൽ ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊന്നും ഒരു വീട് പോലും നൽകിയിട്ടില്ല. പിന്നെ ഈ ദുരിതാശ്വാസ നിധിയിൽ ഇങ്ങനെ പണമുണ്ടാക്കാനുള്ള ഒരു സന്ദർഭമായി, ഒരവസരമായി ഇത്തരം ദുരിതങ്ങളെ കണ്ടാൽ മതിയോ? അതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ? ആ പണം ചെലവഴിക്കണ്ടേ? ആത്യന്തികമായി ഇതിൻ്റെ ബെനിഫിഷ്യറീസിൽ, ഇതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് എത്തേണ്ടത് അത് അനിവാര്യമല്ലേ? ഇപ്പോഴും കാത്തിരിക്കുകയാണ്, ഇപ്പോഴും അവർക്ക് ആശങ്കയാണ്. ആ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. അതിനെന്തെങ്കിലും ഉടനടി തന്നെ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതല്ലേ? ആ ആശങ്ക അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിച്ചതിന് ശേഷം നടന്ന ചർച്ചകൾ മുഴുവൻ എൻ്റെ ദൃഷ്ടിയിൽ അതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചത് ദുരിതാശ്വാസ നിധിയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയ്ക്ക് വരണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്ക് ആ ചർച്ചകളിലേക്ക് പങ്കെടുത്തിട്ടുള്ള എൻ്റെ ബഹുമാന്യപ്പെട്ട സുഹൃത്തുക്കളുടെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ മീഡിയയെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്നൊക്കെയുള്ള പരാമർശങ്ങൾക്കൊക്കെ ഒന്നും അല്ല ഒഴിഞ്ഞുമാറലാണെങ്കിൽ അങ്ങ് അനിൽ നമ്പ്യാർ അങ്ങനെ അങ്ങ് ചെയ്തോളൂ, അങ്ങനെ വിചാരിച്ചു.
അതിലെന്ത് തെറ്റാണുള്ളത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഇവരാണ്. ആരെങ്കിലും പറയണ്ടേ? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയണ്ടേ? ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഞാൻ അതിനെ ഞാൻ അതിന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയിൽ എനിക്കറിയാം എന്നെ ഇതിനകത്ത് കുരിശാക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഷാജിമോന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന്റെ പ്രപ്പോസലുകൾ എഴുതി മന്ത്രിസഭാ ഉപസമിതി അവിടെയുണ്ട്, അവർക്ക് കൊടുക്കണം. ഗവൺമെന്റിന്റെ പ്രതിനിധി അവിടെയുണ്ട്, അവർക്കൊന്ന് കൊടുക്കണം. അതൊന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചയിൽ അതാണോ ഇതാണോ ഏതാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് അന്തിമമായൊരു തീരുമാനമെടുക്കാം. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതും പിറ്റേ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതും ഒക്കെ കേട്ടു. നമ്മൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടുമുണ്ട്. ആ ധാരണയിൽ തന്നെ അത് നിൽക്കട്ടെ. അതിനെ റിബട്ട് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാൻ ആരുടെ ഉപദേശമാണ്? അല്ലല്ല, അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. അനിൽ നമ്പ്യാർ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ലല്ല, അതുകൊണ്ടല്ല. അനിൽ നമ്പ്യാർ ബഹുമാനപ്പെട്ട ഷാജഹാൻ അങ്ങ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമാണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്. അനിൽ നമ്പ്യാർ കുറച്ച് കണക്കുകളാണ് പറഞ്ഞത്. കണക്കുകൾക്കുള്ള മറുപടി കൊടുത്താൽ മതി. അനിൽ നമ്പ്യാർ വിവരാവകാശ പ്രകാരം കിട്ടിയ കുറച്ച് കണക്കുകൾ പറഞ്ഞു, അതിന് മറുപടി കൊടുത്താൽ മതി. രാഷ്ട്രീയ ചർച്ചയാവാം. നമുക്ക് രാഷ്ട്രീയ ചർച്ചയാവാം. ഒന്ന്, അങ്ങ് പറഞ്ഞതിനോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. കാരണം 10 ദിവസം കൊണ്ടും പിന്നത്തെ 7 ദിവസം കൊണ്ട് 190 ആയതിനെ കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ പരാമർശങ്ങളോട് എനിക്ക് മറുപടി ഉണ്ട്. പക്ഷെ ആ മറുപടി ഒരു വ്യക്തത വേണ്ടേ, ഒരു സുതാര്യത വേണ്ടേ? ഇതിലൊക്കെ നാട്ടുകാരെ നൽകുന്ന പണമല്ലേ ഇത്? അല്ല, ഈ വ്യക്തതയ്ക്ക് നാട്ടുകാരുടെ പണമാണ്. അക്കൗണ്ടന്റിന്റെ ഓഡിറ്റർ ജനറൽ, CAG ഒക്കെ ഓഡിറ്റ് ചെയ്ത് ഈ ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ പറ്റാത്തതാണ്, കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അത് നമുക്ക് നോക്കാം. ഈ CMDRF ഫണ്ടിൽ നിന്ന് 24 ലക്ഷം ഉറുപ്പിക കൊടുത്തത് നിയമവിരുദ്ധമാണെങ്കിൽ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് വരും. നമുക്കത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താ? ഷാജിബോൻ പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കിട്ടണം. അത് ചെയ്ത് കിട്ടുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ആ പ്രപ്പോസലുകൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്ക് കൊടുക്കണം. ഗവൺമെന്റിന്റെ പ്രതിനിധിയും മന്ത്രിസഭാ ഉപസമിതിയും ഉണ്ട്. വാങ്ങാൻ കൂട്ടാക്കാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് പറയാം, ഇങ്ങനെ ഷാജിമോൻ എന്ന് പറയുന്ന ഒരാൾ രേഖാമൂലം നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരുന്നുണ്ട്, അതൊന്ന് പരിശോധിക്കണം എന്ന് നമുക്ക് പറയാം. നമ്മുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഈ കാര്യത്തിൽ നമ്മൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദുരിതം അനുഭവിക്കുന്ന ജനസമക്ഷത്തിനെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആക്ഷേപം എന്താണ്? ആ ജനസമൂഹത്തെ വെച്ചുകൊണ്ട് ഇത്തരമൊരു പ്രളയങ്ങൾ ഉണ്ടാക്കി, ഇത്തരമൊരു ചലനങ്ങൾ ഉണ്ടാക്കി പണം സമ്പാദിക്കുന്നു. സുരേഷ് ബാബു, ഈ ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ല, ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ ദുരിതാശ്വാസ നിധി ആ ഫണ്ട് വെട്ടിക്കാനുള്ള ശ്രമങ്ങൾ, അത് നമുക്ക് മൂടിവെക്കാൻ പറ്റില്ല. നേരത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയം പാടില്ല. അപ്പോൾ എളുപ്പമാണല്ലോ, ആരും അറ്റാക്ക് ചെയ്യില്ല. അഥവാ വല്ലവരും പറയുകയാണെങ്കിൽ അവരെ പിടിച്ചകത്തിടും, അവർക്കെതിരെ കേസെടുക്കും. അതൊക്കെ ശരിയാണോ? ആരാണ് ഇവിടെ വിമർശനത്തിന് അതീതരായിട്ടുള്ളത്? മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലേ? അനിൽ നമ്പ്യാർ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്തൊക്കെ പൊതു ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് എന്നോട് മറുപടി പറയിപ്പിക്കാൻ ശ്രമിക്കരുത്. ആരും വിമർശനത്തിന് അതീതരല്ല. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലെന്ന് പറഞ്ഞിട്ടില്ല.
നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ വിഷയത്തിനകത്ത് ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയമല്ല, ഇതെല്ലാം രാഷ്ട്രീയമല്ലേ? നിങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ? അല്ല, രാഷ്ട്രീയത്തിനെ നിങ്ങൾ എന്തിനാ മോശമാക്കുന്നത്? രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതല്ലേ രാഷ്ട്രീയം? രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയം എന്തോ മോശമാണെന്നുള്ള രീതിയിൽ എന്തിനാ പറയുന്നത്? ഇതിന്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയം ഇല്ലേ? അല്ല, ആ ഉന്നതമായ മൂല്യം വെച്ച് ഷാജഹാൻ സംസാരിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ബോധ്യം. ഗുരുമൂർത്തി സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ ബോധ്യം. ആ പ്രിയ സ്നേഹിതൻ അനിൽ നമ്പ്യാർ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഉന്നതമായ മൂല്യം നിങ്ങൾ മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഒന്നും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കൊണ്ടുവരണ്ടേ? ഒരു രൂപ കൊണ്ടുവരണ്ടേ? CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ള ഭാര്യയും ഭർത്താവും CMDRF-ൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ടുപോകുന്നെങ്കിൽ ചർച്ച ചെയ്യണ്ടേ? CMDRF-ൽ നിന്ന് ഒരു CPM-കാരനും അയാളുടെ ഭാര്യയും 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് ഹിന്ദു പത്രത്തിൽ 2020 വന്ന വാർത്ത ആണ് ഗുരുമൂർത്തി പറഞ്ഞത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? നമ്മള് അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇവിടെ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ കാര്യം ഇപ്പോൾ പ്രസക്തമല്ല. രണ്ടാമത് ആര് പറഞ്ഞു അത് പ്രസക്തമല്ല? അത് പ്രസക്തമാണ്. അന്നത് ചെയ്ത അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഇന്നും ചെയ്യുന്നത്. അന്നത് ചെയ്ത അതേ രാഷ്ട്രീയ പാർട്ടി അതേ ഗവൺമെന്റ് ആണ് അധികാരത്തിരിക്കുന്നത്. അതെങ്ങനെ പ്രസക്തമല്ലാതിരിക്കും? അതല്ല, നിങ്ങൾക്കുള്ള അതേ വികാരം തന്നെ. ഞാൻ അനിൽ നമ്പ്യാരോട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽ നമ്പ്യാർ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ 30-ാം തീയതി രാത്രിയിൽ നടന്ന സംഭവത്തിന് ശേഷമുള്ള ഒരു തീയതിക്ക് വെച്ച് ഈ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്ന CMDRF-ലേക്ക് വന്നിട്ടുള്ള 1 രൂപ പോലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആവശ്യങ്ങൾക്കല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും ചെലവഴിക്കാൻ പാടില്ലെന്നുള്ള സർക്കാർ ഉത്തരവ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സുരേഷ് ബാബു, കവളപ്പാറയിലും അതുപോലെ പുത്തുമലയിലും അതുപോലെ കൂട്ടിക്കലിലും ഒക്കെ ദുരന്തം ഉണ്ടായപ്പോഴും ഇങ്ങനെയാ പറഞ്ഞത്. CMDRF-ൽ നിന്ന് ഒരു പൈസ പോലും വകമാറ്റി ചെലവഴിക്കില്ല എന്ന ഉറപ്പാണ് നൽകിയത്. പക്ഷേ അതൊക്കെ ലംഘിക്കപ്പെട്ടില്ലേ? അതൊക്കെ കാറ്റിൽ പറത്തിയില്ലേ? പാലത്തിന്റെ മുകളിൽ നിന്ന് ചാനൽ ചർച്ചകൾ ചാനൽക്കാരൻ വിളിച്ചു പറയുന്നതിന് എല്ലാത്തിന്റെ ഔദ്യോഗികമായ പരിവേദനവും കൊടുത്ത് ചാനൽക്കാരൊന്നും ഇവിടെ നമുക്ക് പ്രശ്നമല്ല. നമ്മൾക്ക് ചാനലൊന്നും പ്രസക്തമല്ല. നമുക്കൊന്നും ചാനലിന് പ്രസക്തമല്ല. 2018-ലെ മഹാപ്രളയത്തിന്റെ സമയത്ത് വിശ്വാസത്തോടുകൂടി സർക്കാരിന് ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്ന് അടിച്ചു മാറ്റി മറ്റേ തമിഴ്നാട്ടിൽ കൊണ്ട് കോഴി ഫാം ആരംഭിച്ചിട്ടുണ്ട് CPM-കാരൻ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന്. ഇത് എന്തുവാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് പറയാണ് ഇങ്ങോട്ട് തന്നേക്കുന്നത്. ഷാജഹാൻ അങ്ങത് എഴുതി കൊടുക്കണം, പരാതി കൊടുക്കണം. വിവരം എന്താ എന്റെ ഷാജഹാൻ അങ്ങ് ഗവൺമെന്റിൽ ഇരുന്ന ആളല്ലേ? ഞാൻ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടത്തിലിരുന്നുള്ളൂ, ഗവൺമെന്റിലൂടെ ആയിരുന്നിട്ടില്ല. പക്ഷെ അങ്ങ് ഗവൺമെന്റിൽ ഇരുന്ന ആളല്ലേ? ഇല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടത്തിലിരുന്നുള്ളൂ. ഞാൻ ഗവൺമെന്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ ഗവൺമെന്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനൂടെ ഇരുന്നിട്ടുള്ളൂ. VS അച്യുതാനന്ദ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കൂടിയിരുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഷാജഹാൻ ഉണ്ടായില്ല. ഷാജഹാൻ അപ്പോഴേക്ക് പുറത്താക്കി പാർട്ടിയിൽ നിന്ന്. അല്ല, അത് ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന് അതുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക? അതെ, അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഇത് അങ്ങക്ക് ഷാജഹാൻ അടിച്ചു പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? സർക്കാർ ഉത്തരവുണ്ടായ കാര്യം അതുപോലെ നടക്കുന്നതാണോ? ചെയ്യേണ്ടത് ചെയ്യും. സർക്കാർ ഉത്തരവുണ്ടായിട്ടാ കോഴി ഫാം നടത്താൻ പോയത്. സർക്കാർ ഉത്തരവ് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും കോഴി ഫാം നടത്താൻ പോയി. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ
ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഞാൻ ഇല്ലെന്ന് ഞാൻ മറുപടി പറയണം. അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിനകത്ത് മറുപടി പറയാൻ ഇല്ലെന്നാണ്. മറുപടി ഉണ്ടെന്ന് പറയണം, മറുപടി പറയണം, അതല്ലേ വേണ്ടത്. അല്ലാതെ മറുപടി ഇല്ല എന്നാണോ പറയേണ്ടത്? സുരേഷ് ബാബു എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ സുരേഷ് ബാബുവിനോട് പറയണം ഞാൻ എനിക്ക് മറുപടി ഇല്ല എന്നാണോ പറയേണ്ടത്? അതെ, പറയട്ടെ. ഇല്ല, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, പ്ലീസ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒന്നുമില്ല. CMDRFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അല്ലല്ലോ ആ ഒരു അജണ്ട വെച്ച് പറഞ്ഞോളൂ. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞാൻ എന്ത് പറയാനാ? പറയുമ്പോ നിങ്ങൾ കയറി പറയല്ലേ? നിങ്ങൾ പറഞ്ഞോ. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒറ്റ കാര്യം പറയാനുള്ളൂ. താങ്കൾ വളരെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് താങ്കളോട് ബഹുമാനമാണ്. പക്ഷേ നോക്കൂ, ഈ ഇത്തരം ദുരന്തങ്ങൾ അതൊരു ചാകരയാക്കുന്ന രീതി ശരിയാണോ? ഇതിപ്പോൾ നോക്കൂ, ഇവിടെ വരുന്ന ഈ പ്രേക്ഷകരുടെ പ്രതികരണം ഞാൻ പറയാം. MLAയുടെ ഭാര്യയുടെ സ്വർണ്ണപ്പണയം എടുക്കാൻ വേണ്ടി, അതുപോലെ വണ്ടിയുടെ മാസ അടവ്, ഇതിനൊക്കെ പൈസ കൊടുത്തത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? ഇപ്പോൾ അന്തരിച്ച ഒരു നേതാവുണ്ട്, താങ്കളുടെ പാർട്ടി നേതാവ് തന്നെ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായം കൊടുത്തു 25 ലക്ഷം രൂപ. ചെങ്ങന്നൂർ മുൻ MLA അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായം കൊടുത്തു. ഇതെല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ലേ? അപ്പോൾ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് നിറവേറ്റുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകയല്ലേ വേണ്ട. അതുകൊണ്ട് ഇനി ഇത്തരം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അതുപോലെ മക്കൾക്കും വേണ്ടി അല്ല ഈ പണം ചെലവഴിക്കുക. അത് യഥാർത്ഥ കൈകളിൽ തന്നെ എത്തും എന്ന ഉറപ്പ് ലഭിക്കണം. അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഉറപ്പ് എന്താ കൊടുക്കാത്തത്? അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് സാധിക്കുന്നില്ല? ശ്രീ അനിൽ നമ്പ്യാർ ഒരു വാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് എനിക്കതിനകത്ത് മനോഹരമുണ്ട്. ഞാൻ ബഹളം വെക്കാത്ത ഒരാളാണ്. ഞാൻ ബഹളം വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. ബഹളം വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടുള്ള പ്രതികരണത്തിന്റെ പേരിൽ മാത്രമാണ്. ഒരു കാര്യം ഞാൻ പറയാം. അല്ല, അത് വിട്ട് അത് നിങ്ങളും ഞാനും തമ്മിൽ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ടെലിഫോണിൽ പറ്റ കിട്ടാത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ ചാനലിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബഹളം വെക്കില്ല, ഞാൻ ഒരിക്കലും ബഹളം വെക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതാശ്വാസവുമായി ബന്ധപ്പെടാത്ത ഒരു ആൾക്കും അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിന്റെ നിർവചനത്തിൽപ്പെടുത്താത്ത ഒരാൾക്കും ഒരു രൂപ പോലും സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള സഹായം കൊടുക്കുന്നതിന് ഞാൻ എതിരാണ്. എൻ്റെ സംവിധാനം എതിരാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എവിടെയെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനോട് പ്രതികരിക്കാനും ഞാൻ തയ്യാറാണ്. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ആമുഖമായിട്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിനുള്ള ഒരു ആദ്യത്തെ മറുപടി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരസ്യമായി പൊതുവേദിയിൽ നിന്നുകൊണ്ട് ആ നടപടി തെറ്റാണ് എന്ന് പറയാൻ തയ്യാറുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇവിടെ അത്തരം ഉണ്ടാവുകയില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ, ഒരു സർക്കാർ കടലാസിലൂടെ, ഉത്തരവിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഭരണനിർവഹണ കാര്യത്തിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ, എവിടെയെങ്കിലും മാറ്റമുണ്ടായാൽ അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. വിദ്യാസാഗർ, ഞാനിപ്പോ എനിക്ക് പറയാനൊരു വിഷയം എന്താ വെച്ചാല്, നമ്മുടെ സുരേഷ് ബാബു സാർ വളരെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ആളാണെന്ന് വ്യക്തിപരമായിട്ട് നന്നായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. സുരേഷ് ബാബു സാറാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്കിൽ ഞാൻ വായം പൂട്ടിയിരിക്കും. കാരണം അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സർ, പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെ പറ്റി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വളരെ വിശദമായിട്ട് മുമ്പ് എഴുതിയിരുന്നു. പിന്നീട് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വയസ്സാം കാലത്ത് ഈ കേരള ജാഥയ്ക്ക് മാലയിട്ട് ക്യാപ്റ്റനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പാർട്ടിക്ക് പല സംവിധാനങ്ങളുണ്ടല്ലോ.
അപ്പൊ ഭീഷണി സംവിധാനത്തിന് മുമ്പിൽ പതറിപ്പോയ അനേകം ആളുകൾ ഒരാൾ മാത്രമാണ് കുഞ്ഞനന്തൻ നായർ. ഈ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ജീവിത രീതി തന്നെ ഇത്തരത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിനെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ച AKG സെന്റർ താമസിച്ച് പഠിപ്പിച്ച ആളാണ് ഈ കുഞ്ഞനന്തൻ നായർ, പാർട്ടിയുടെ സഹയാത്രികനാണ്, അറിയാലോ. അപ്പൊ ഈ പിണറായി വിജയന്റെ രീതികളോട് വളരെ എതിർപ്പുള്ള വലിയൊരു ശതമാനം ആളുകൾ CPM-ന്റെ അകത്തുമുണ്ട്. CPM-ന്റെ അകത്ത് നിന്ന് ആ ശബ്ദങ്ങൾ അവർക്ക് അമർച്ച ചെയ്യാൻ പറ്റും. കാരണം CPM-ന്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് എത്രത്തോളം വിമർശിക്കാൻ പറ്റും നമുക്കെല്ലാം അറിയാം. വിമർശിക്കുന്നവന്റെ കാര്യം അധോഗതിയായിരിക്കും. പക്ഷെ സമൂഹത്തിന് ഇത് പറഞ്ഞേ പറ്റൂ. ദ കിങ് ഇസ് നേക്കഡ്, രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞേ പറ്റൂ. ഇവിടെ കഴിഞ്ഞ പ്രളയ സമയത്ത് പറഞ്ഞത് ഈ കപ്പൽ ആടിയുലേ, അത് വീണ ജോർജാണ് പറഞ്ഞത്, ഈ കപ്പൽ ആടിയുലേ ഇല്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ. അതിനുശേഷം എത്ര അഴിമതി, മടുത്തു, പത്രം വായിച്ചിട്ടും TV കണ്ടിട്ടും കണ്ണും മഞ്ഞളിച്ചു പോയി. ആ ലൈഫ് മിഷൻ പദ്ധതി എടുക്കുക, സ്പ്രിംഗ്ലർ വിവാദം, എത്ര ആരോപണങ്ങൾ, അതിനെല്ലാം തെളിവ് സമർപ്പിച്ചിട്ട് പോലും ഈ സിസ്റ്റത്തിന് ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും CBI-ക്കാർ എങ്ങോട്ട് പോയി വിദ്യാസാഗർ ഗുരുമൂർത്തി ആരും കാണാനില്ല. അതാണ് എന്റെ വിഷമം. എന്താന്ന് വെച്ചാൽ, ഞാൻ ബീയിങ് എ നാഷണലിസ്റ്റ്, ഈ രാജ്യത്തോട് സ്നേഹമുള്ള, രാഷ്ട്രവിരുദ്ധ ശക്തികളോടും കോൺഗ്രസിനോടൊന്നും ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയാത്ത എന്റെ ബൗദ്ധിക വ്യാപാരത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ പിണറായി വിജയനെ സുവ്യക്തമായി സംരക്ഷിക്കുന്ന ഏതോ വലിയ ശക്തികളുണ്ടെന്ന് തോന്നുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഈ ലാൻഡിൻ കേസ് എത്രാമത്തെ എന്തായി? അതെ, കരുവന്നൂരിൽ കോടികൾ, എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഫിലോമിന എന്നൊരു പറഞ്ഞ സ്ത്രീ അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം അത്രയും കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അവരുടെ ഗുരുതരമായ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടി പണം ചോദിച്ചപ്പോ ഇന്ന് 5 ലക്ഷം പിടിച്ചോ, അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ധാർഷ്ട്യമുണ്ടല്ലോ, അതിന്റെ പേരാണ് ഇന്നത്തെ CPM. അതെ. അപ്പൊ ഒരു ഓർഗനൈസ്ഡ് ക്രിമിനൽ സംവിധാനത്തെ, ഒരു ഓർഗനൈസ്ഡ് സിൻഡിക്കേറ്റിനെ, ഒരു ഓർഗനൈസ്ഡ് മാഫിയ സംഘത്തെ നയിക്കുന്ന അതേ മാതൃകയിലാണ്. നോക്കൂ, നമ്മുടെ മന്ത്രി രാജൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തിട്ട് കുറെ ദിവസമായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഈ മന്ത്രി രാജനെ പോലെയുള്ള നല്ല മുഖങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്, ഞങ്ങളെല്ലാം അടിച്ചു മാറ്റുമൊന്നുമില്ല, ഇത്രയും നല്ല ആളുകളാണ് ഞങ്ങൾ എന്ന് പുറത്തു വരുത്തുകയാണ്. ഇപ്പൊ മാഫിയ സംഘങ്ങൾ ചാരിറ്റി ചെയ്യുന്ന പോലെ മന്ത്രി രാജനെ പോലെയുള്ള നല്ല ആളുകൾ, അതായത് ജനങ്ങളോട് ഇടപെടുന്ന ജനകീയ നേതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ടൗൺഷിപ്പ് പണിത് കൊടുക്കുന്നു, ടൗൺഷിപ്പ് പണിത് കൊടുക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, കേരളത്തിലെ വലിയൊരു ബിസിനസ്സുകാരൻ അവിടെ 1000 ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അയാളും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ എസ്റ്റേറ്റിൽ നിന്നാണ് ഉരുൾപൊട്ടി തുടങ്ങിയെന്ന് പറയുന്നു, അവരും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പറയേണ്ടി വരികയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇന്നിപ്പോ നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിസിക്കലി നമ്മളെ ഹാം ചെയ്യാൻ മടിക്കാത്ത ഒരേ ലക്ഷ്യങ്ങളുള്ള ആളുകൾ ഒന്നിച്ചു ചേരുകയാണ്. എന്നെ സംബന്ധിച്ച് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ, വിമർശിക്കുന്നത് നിർത്താൻ പറ്റില്ല. കാരണം വിമർശിച്ചില്ലെങ്കിൽ ഈ സാധുക്കളായ ജനങ്ങള്, പാലോറ മാത ആടിനെ കൊടുത്തിട്ടാണ് ദേശാഭിമാനി വളർത്തിയെന്നുള്ള കഥ അന്ന് നമ്മൾ വിശ്വസിച്ചു. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. പിന്നീട് ആ പാലോറ മാതയിൽ നിന്ന് നമ്മുടെ ലോട്ടറി, എന്താണുള്ള പേര്, സാന്റിയാഗോ മാർട്ടിൻ, അതെ, പാലോറ മാതയിൽ നിന്ന് സാന്റിയാഗോ മാർട്ടിനിലേക്ക് വളർന്ന പാർട്ടിയാണ്, മറന്നുപോകരുത്. അപ്പോ ഈ പാർട്ടി സംശുദ്ധമാണ്, ഇതിലൊരു സിസ്റ്റം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന സുരേഷ് ബാബു സാറ്, ഇത്രയും നല്ല വായന, പരന്ന വായന, അറിവുള്ള സാർ, എങ്ങനെ സാറേ വിദ്യാസാഗർ എല്ലാം അറിയാം. എനിക്കതാ ഞാൻ പറയുന്നത്, ഞാൻ വേറൊന്നുമല്ല, മറ്റൊരു നേതാവാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കാം. അദ്ദേഹം ഹെൽപ്ലെസ് ആണ്, അദ്ദേഹം നിസ്സഹായനാണ്. അല്ല, ഞാൻ ഇത്രയേ ഉള്ളൂ, സുരേഷ് ബാബു സാറിനെ പോലെ ഇത്രയും വായനയും അറിവും നല്ല മിതഭാഷിയുമായ ഒരു മനുഷ്യനെ ഈ പാർട്ടിയിൽ എങ്ങനെ വന്നു എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം ഇത് സാന്റിയാഗോ മാർട്ടിൻ മുതൽ നോക്കൂ, നമ്മുടെ VS അച്യുതാനന്ദനെ ഇവര് പറഞ്ഞല്ലോ, എന്താണ് ബക്കറ്റിലെ തിരമാലയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം നിശബ്ദനായി പോയെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ നമ്മളെല്ലാം ആവർത്തിക്കേണ്ടി വരികയല്ലേ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടൊരു പ്രശ്നമുള്ളത് ദുരന്തം. ഞാൻ പറയട്ടെ, അതിപ്പോ നിർത്താം. നമ്മുടെ ഈ രാജ്യത്ത് എവിടെയും ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മുടെ മൊത്തം വേദനയാണത്. ഒരു മനുഷ്യന്റെ ജീവനും അങ്ങനെ അപഹരിക്കപ്പെടരുത്. കേന്ദ്ര സർക്കാർ മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തിരുന്നുവോ നമുക്കറിയണം. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ നിർദ്ദേശം ഉണ്ടായില്ല. ഇതിലേതാണ് ശരിയെന്നെങ്കിൽ നമുക്കറിയാൻ അവകാശമുണ്ട്. ഫണ്ടിന്റെ കാര്യം ഞാൻ പറയാം. 50 ലക്ഷം ഒരു ക്ലാർക്കിന് അടിച്ചു മാറ്റാം, സഖാവിന് കൊണ്ടുപോയിട്ട് കോഴി ഫാം തുടങ്ങാം, എങ്കിൽ ഇത് സേഫ് അല്ലെന്ന് നമ്മൾ ഭൂതകാല അനുഭവങ്ങൾ വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ആരെയും അവമാനിച്ചു കാണുകയല്ല. ഓക്കെ, എന്തായാലും ദുരിതാശ്വാസ നിധി ദുരിതബാധിതർക്ക് വേണ്ടി മാത്രമായി ചെലവഴിക്കേണ്ടതാണ്.
ഓരോ പ്രകൃതിക്ഷോഭവും പരമാവധി പണം സ്വരൂപിക്കാനുള്ള ഒരവസരമായി കാണുകയോ മാറ്റുകയോ ചെയ്യരുത്. ദുരിതാശ്വാസം ആവാം, ദുരിതാഘോഷം അരുത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പേശർക്കും